നമസ്തേ. നടി ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് നിരീക്ഷിച്ച ജസ്റ്റിസ് വി ജി അരുൺ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. പോലീസും റിപ്പോർട്ട് നൽകണം. എഫ്ഐആറിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെ ഖണ്ഡിച്ചുള്ള ശ്വേതാ മേനോൻ്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും ഹൈക്കോടതി. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. ശ്വേതയെ കുടുക്കാൻ ശ്രമിച്ചതാര്? ചലച്ചിത്ര താരങ്ങളായ മഹേഷ്, മായ വിശ്വനാഥ്, സംവിധായകൻ ബൈജു കൊട്ടാരക്കര, തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി എന്നിവർ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിനു കിരിയത്ത്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ 5(3) വകുപ്പുകളും IT ആക്ടിലെ 67A വകുപ്പും ഉൾപ്പെടുത്തിയാണ് ശ്വേതയ്ക്കെതിരെയുള്ള എഫ്ഐആർ. പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢോദ്ദേശത്തോടെയും കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്ക് അറപ്പുളവാക്കും വിധം നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രഥമ വിവര റിപ്പോർട്ടിലെ ഉള്ളടക്കം. പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയൊരു സംഘടന ഉണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. ഇയാൾ നേരത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. നടപടിയില്ലാത്തതിനാൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചു. അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. കോടതിയാണ് പരാതിയിൽ എഫ്ഐആർ ഇടാൻ പോലീസിനോട് നിർദ്ദേശിച്ചത്. പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികൾ അവരുടെ മൊബൈൽ ഫോണിൽ പോൺ വീഡിയോകൾ കണ്ടതിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിലാണ് മാർട്ടിനിലെ സദാചാരമുണർന്നതും നിയമനീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചതും. 10-15 പോൺ സൈറ്റുകളുടെ ലിങ്കുകളും പരാതിക്ക് അനുബന്ധമായി മാർട്ടിൻ സമർപ്പിച്ചിരുന്നു. ഈ സൈറ്റുകൾ നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടവയാണ്. എന്നിട്ടും മാർട്ടിൻ എങ്ങനെ ഈ സൈറ്റുകളിലേക്ക് കടന്നു എന്നതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. മലയാള ചലച്ചിത്ര രംഗത്തും അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിലുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരമൊരു അശ്ലീല പരാതി ഈ മാർട്ടിൻ സ്വന്തം നിലയ്ക്ക് നൽകിയതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആദ്യം മാർട്ടിൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കുക. നമ്മുടെ വിരൽത്തുമ്പിൽ യൂട്യൂബും വാട്സാപ്പും ഇൻസ്റ്റയും എല്ലാം ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, അല്ലേ? 1972 ശശി കപൂറും സിമി ഗറേവാളും അഭിനയിച്ച സിദ്ധാർത്ഥ എന്നൊരു പടമുണ്ട്. അന്ന് എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു കൗമാരകാലമാണ്. റോഡിൽ പോസ്റ്റർ വരെ സെക്സി പോസ്റ്ററായിരുന്നു. ഈ 2 പേരും, ശശി കപൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ, അദ്ദേഹം ന്യൂഡായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് അന്ന് വന്നിരിക്കുന്നത് 1972. എന്നിട്ടാണ് ഇദ്ദേഹം 2025 ഇത്തരം ഇഷ്യൂമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ശ്വേത മാത്രമാണോ സെക്സി റോൾ അഭിനയിച്ചിരിക്കുന്നത്? ശ്വേത അഭിനയിച്ച രതിനിർവേദം, ജയഭാരതി എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തെയും ജനങ്ങളുടെ ഹരമായിരുന്ന നായിക അഭിനയിച്ചൊരു പടത്തിൻ്റെ റീമേക്കാണത്, അല്ലേ? പിന്നെ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമയിൽ അവർ പ്രസവം കാണിച്ചു എന്നാണ് പറയുന്നത്. പണ്ട് മെഡിക്കോസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത്. അന്ന് കുട്ടികൾക്ക് പ്രസവം കാണിക്കുമായിരുന്നു ടിക്കറ്റ് എടുപ്പിച്ചിട്ട്. മെഡിക്കോസ് എക്സിബിഷൻ എത്രയോ വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു, അല്ലേ? പ്രസവം ഒരു മോശമാണെങ്കിൽ അദ്ദേഹം നമ്മളാരൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അപ്പം ആ ഒരു കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ ഏറ്റവും വലിയ, അദ്ദേഹത്തിൻ്റെ മനോനിലയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ശ്വേതയുടെ നല്ല സിനിമകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതല്ല. ഈ തരം സിനിമകൾ മാത്രം. കമൽഹാസൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? കലാഭവൻ മണി ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഷീലാമ്മ, നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ഈറ്റ എന്ന് പറയുന്ന സിനിമയിൽ വളരെ സെക്സിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് അത് കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ
സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമകളാണ് ഇതൊക്കെ. പിന്നെ ഏത് ബേസിസിൽ ഇയാൾക്ക് ഇത് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് 100% ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതി അതിൻ്റെ സംവിധായകനാവണം. മമ്മൂട്ടിയുടെ പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചില്ലേ, മമ്മൂട്ടിക്കെതിരെ എന്താ കേസ് കൊടുക്കാത്ത? ഇനി ലോകം കണ്ട ഏറ്റവും വലിയ, ലോകം കണ്ടെന്ന് തന്നെ പറയാം, പോൺ ആക്ട്രസ്സാണ് നമ്മുടെ സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ 5 മലയാള സിനിമയിൽ അഭിനയിച്ചു. അതൊന്നും അപ്പം നമ്മളിപ്പോൾ സണ്ണി ലിയോണിന് അവരുടെ സിനിമ കാണാൻ അടിച്ചാലും വരുന്നതൊക്കെ മറ്റ് ക്ലിപ്പിങ്സുകളാണ്. അപ്പം കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിലും ഇതൊക്കെ നിങ്ങൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് എടുക്കണം. കാരണം കുട്ടികളോടൊപ്പം അദ്ദേഹം കണ്ടു എന്നാണ് പറയണത്. അല്ലെങ്കിൽ കുട്ടികൾ കണ്ടപ്പോൾ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തില്ല, അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ലേ? പ്രായപൂർത്തിയാകാത്ത പിള്ളേർ ഫോൺ കണ്ടപ്പോൾ അദ്ദേഹം കൂടെ കണ്ടു എന്നാണ് പറയുന്നത്. അത് തന്നെ തെറ്റല്ലേ? അപ്പോൾ ഇത് അല്ല, ഇയാൾക്കെതിരെ ഒന്നിലധികം വകുപ്പുകൾ ചാർജ് ചെയ്യേണ്ടി വരും. അല്ല, ഇതിനകത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണെന്നാണ് എല്ലാവരുടെയും ഒരു സംശയം. അത് പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ അമ്മയുടെ അംഗമല്ല. പക്ഷേ ഇതേ ശ്വേതയ്ക്ക് രാഷ്ട്രീയ പ്രശ്നവും ഉണ്ടായിരുന്നു, അറിയാമല്ലോ. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നവും പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇതെല്ലാം കൂടെ ഈ ഇലക്ഷനുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവാം. ഇവിടെ ഇപ്പോൾ ബാബുരാജിനെ ബ്ലെയിം ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ആ സംഘടന ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നമുക്ക് സ്ത്രീകളെ, ഈ പുരുഷന്മാരെ മാത്രം അധിക്ഷേപിക്കുന്നതോടൊപ്പം ഇതിനകത്തുള്ള സ്ത്രീകളും ഇതിൻ്റെ പിന്നിൽ കളിച്ചുകൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, അമ്മ എന്ന സംഘടനയെ ജനം AMMA എന്ന് വിളിക്കുന്നത് മാറണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്നിട്ട് ശ്വേതയ്ക്കൊപ്പം നിൽക്കുക. ഇപ്പോൾ ഇവിടെ ശ്വേതയും നമ്മുടെ ദേവനുമാണല്ലോ ഓപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലേ? 2 കാൻഡിഡേറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ദേവൻ ഇന്ന് വളരെ മാന്യമായിട്ടല്ലേ സംസാരിച്ചത്, ഞങ്ങളെല്ലാം അവരോടൊപ്പമാണെന്ന് പറയണം. അതാണ് സിനിമാക്കാർ കണ്ടുപഠിക്കേണ്ടത്. മത്സരം ഒരു സൈഡിൽ നടക്കും, പക്ഷേ ഒരു സ്ത്രീയെ ഇത്രയും വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചത് കോടതി എന്തായാലും ഇപ്പോൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ശ്വേത സുപ്രീം കോടതി വരെ പോയാൽ ഇയാളുടെ അവസ്ഥ എന്താവും? മാനനഷ്ടത്തിന് അവരൊരു വലിയ എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ കൊടുക്കേണ്ടി വരില്ലേ? ശ്വേതയ്ക്ക് സുപ്രീം കോടതി പോകാനൊന്നും സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളാണ്. അപ്പം ഇയാളൊരു തട്ടിപ്പുകാരനാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താ കേട്ടില്ല? ഇയാൾ തട്ടിപ്പുകാരനാണ് എന്ന് അത് വേറൊരു പെൺകുട്ടിയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രൈം പത്രാധിപർ ചൈത്രയോ? അതെ, അത് വേറൊരു കേസ്. ഈ ക്രൈം പത്രാധിപർ നന്ദകുമാറിനോടൊപ്പം അയാളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ തട്ടിപ്പ് ഇയാൾ നടത്തി. അതിനുശേഷം ഈ നന്ദകുമാർ തന്നെ ഒരു അറിയിപ്പ് പൊതുസമൂഹത്തിന് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അറിയിപ്പ് ഇട്ടു. അതായത് പെൺവാണിഭ കേന്ദ്രം എന്ന പേര് പറഞ്ഞ് പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിൽ ഒരു വീട്ടിൽ നിന്ന് 50,000 രൂപയും 16 വയസ്സുള്ള പെൺകുട്ടിയെയും വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മാർട്ടിൻ മേനാച്ചേരി എന്ന തട്ടിപ്പുകാരനെ സൂക്ഷിക്കുക. വ്യാജ വിവരങ്ങൾ നൽകി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൽ ട്രെയിനിയായി ഇദ്ദേഹം കയറിയെങ്കിലും സ്ഥിരമായി മോഷണം നടത്തുന്നയാളും തട്ടിപ്പുകാരനുമാണെന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് പുറത്താക്കിയായിരുന്നു. അതായത് നന്ദകുമാർ നടത്തിയ പത്രത്തിൽ നിന്ന്. എന്നാൽ ക്രൈം ചീഫ് എഡിറ്ററാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നന്ദകുമാറിനെ തന്നെ വെട്ടിലാക്കാനാണ് നോക്കിയത്. തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൻ്റെ പേരിലും മറ്റ് വ്യാജ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി പലരെയും ഈ കട്ടപ്പനക്കാരൻ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ജോലി നോക്കിയിരുന്ന ദീപിക പത്രത്തിൽ നിന്നും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക. മാത്രമല്ല, ഇയാളൊരു ജേർണലിസ്റ്റൊന്നുമല്ല. ഇയാൾ ഈ സർക്കുലേഷൻ മേഖലയിലാണ് ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ മാധ്യമപ്രവർത്തകനാണ് എന്ന വ്യാജേനയാണ് ഇയാൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാർട്ടിൻ മേനാച്ചേരിയുടെ പശ്ചാത്തലം ഇതാണ്. മാർട്ടിൻ മേനാച്ചേരിയോടൊപ്പം ജോലി ചെയ്ത ക്രൈം പത്രാധിപർ നന്ദകുമാറാണ് ഇക്കാര്യം നേരത്തെ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തതാണ് ഞാനിപ്പോൾ വായിച്ചത്. നോക്കൂ, ഇങ്ങനെയൊരു പരാതി പോലീസിന് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ ലഭിക്കുമ്പോൾ, കാരണം പോലീസിനെ 2 തവണ സമീപിച്ചു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ ഈ പരാതിയിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട്, FIR രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറും കൈയൊഴിഞ്ഞതോടുകൂടിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പരാതി കൊടുക്കുന്നത്. കോടതി ഈ പരാതിക്കാരൻ്റെ ഒരു പശ്ചാത്തലം എങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പോലീസിനോട് ചോദിക്കേണ്ടതല്ലേ?
എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് ഒക്കെ, അതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, നടപടിക്രമങ്ങളാണ്. അതൊന്നും നടത്താത്തത് കൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഹൈക്കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഒരുപക്ഷെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുണിന് മനസ്സിലായിട്ടുണ്ടാവും ഈ കേസ് നിലനിൽക്കില്ല എന്ന്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ട് ചോദിച്ചത്. മാത്രമല്ല പോലീസും റിപ്പോർട്ട് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു പരാതിക്കാരൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ എടുത്തു ചാടി പോലീസിന് ഡയറക്ഷൻ കൊടുക്കുന്നു, FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ അവശേഷിക്കുന്നില്ലേ ബിനു കിരിയത്ത? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇനി 9 ദിവസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അമ്മയുടെ ഇലക്ഷന്, 15-ാം തീയതി അല്ലേ? അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് ഇപ്പോൾ അതാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കോടതിയുടെ ഇപ്പം ഹൈക്കോടതി അങ്ങനെ ഒരു താൽക്കാലിക ഒരു സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു മത്സരമാണ്, അതിൽ ആര് ജയിക്കാം ആര് തോക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു വനിത വരുന്നതിനോട് ആർക്കൊക്കെയോ താല്പര്യക്കുറവുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് പുരുഷ മേധാവിത്വം തന്നെയാണ് പല സംഘടനകളിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, പല സംഘടനകളിലും. അത് ചിലർക്ക്, കാരണം ഈ പറഞ്ഞ പോലെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു മണിമാളികയും ചെല്ലുമ്പോഴെല്ലാം നല്ല ഭക്ഷണവും സുഖിച്ച് ജീവിക്കാം, എല്ലാ പ്രൈവസിയും ഉള്ള ഒരു സ്ഥലത്ത് അത് നഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവാം. പിന്നെ സ്ത്രീകൾ അതിൻ്റെ തലപ്പത്ത് വന്നാൽ പിന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലോ, അവിടുത്തെ ആ ഒരു രീതിയെല്ലാം ടോട്ടലി മാറും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം കേട്ടോ, സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീയാണെന്ന് പണ്ടാരോ പറഞ്ഞ പോലെ അവിടെയും ഇപ്പോൾ പരസ്പരം പൊന്നമ്മാബാബുവും കുക്കു പരമേശ്വരൻ ഇവർ തെസ്നി ഖാൻ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ലേ. അപ്പം ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അമ്മയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഈ നടി എന്ന് പറയുന്ന അവരുടെ ഇതൊരു മോശം പ്രവണതയാണ്. കാരണം ഒരു നല്ല ടോപ്പിക്കിനല്ല കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ, വളരെ മോശം. അത് അമ്മ എന്ന സംഘടനയിൽ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നതെല്ലാം ഈ സെക്ഷൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണല്ലോ. ഒരു പക്ഷേ ഇന്നിപ്പോൾ ബാബുരാജ് അതിൽ നിന്ന് പിന്മാറാൻ കാരണവും സിദ്ദിഖ് നിൽക്കാത്തതും ഒക്കെ ഇതുകൊണ്ടാണ്. അപ്പം ഈ സംഘടന തന്നെ തീരുമാനിക്കണം, മക്കൾ പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് അമ്മയ്ക്കാണ് എന്ന് എല്ലാ മക്കളും തീരുമാനിച്ച് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോവുക. എന്തായാലും ശ്വേതയുടെ ഈ കേസ് ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി ഇപ്പോൾ ഇത് കൊടുത്തത് എനിക്കതിനകത്ത് ഒന്നും സംഭവിക്കും തോന്നുന്നില്ല. ഇത് ജനാധിപത്യത്തിൽ നമുക്കിവിടെ സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അല്ലാതെ അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോലും യൂട്യൂബിൽ എന്തെല്ലാം വരുന്നു. സെൻസർ ബോർഡുണ്ടോ? സീരിയലിന് സെൻസർ ബോർഡുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും നിലനിൽക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ ഇത് ശ്വേതയ്ക്ക് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് ഇലക്ഷനിൽ. അതുകൂടെ ഞാൻ പറയാം. കാരണം ജയവും തോൽവിയൊക്കെ അതിനകത്ത് രണ്ടാമത്തെ കാര്യം. രണ്ട് നല്ല കണ്ടസ്റ്റൻസാണ്, യാതൊരു സംശയമില്ല. ദേവനോ അതെ, നല്ലൊരു ജയിക്കട്ടെ. അതിനുവേണ്ടി ഇത്തരം വൃത്തികെട്ട ഒരു പ്രവണത അതാണ് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അത് വളരെ മോശമാണ്. അങ്ങനെയുള്ള മെമ്പങ്ങളോട് പറയുക, അല്ലാതെ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിനു കിരീത്ത്, FIR എഴുതുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എഴുതുന്ന ആൾ, തയ്യാറാക്കുന്ന ആളെങ്കിലും ശ്രദ്ധിക്കേണ്ടതല്ലേ? നോക്കൂ, ഒരു സ്ത്രീയെ എത്രമാത്രം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ 5(3) വകുപ്പുകൾ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ. മാത്രമല്ല IT ആക്ടിലെ 67 വകുപ്പ്. എന്നിട്ട് എത്ര മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അശ്ലീല രംഗങ്ങളെ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ഫോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ചു വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിലൊക്കെ ഒരു മര്യാദ കാണിക്കണ്ടേ? ഇപ്പം തെറ്റ് ചെയ്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ FIR വെച്ച് ഒരാളെയും നമുക്ക് അയാളെ കുറ്റം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല, അങ്ങനെ സ്ഥിരീകരിക്കാനാവില്ല. അതുകൊണ്ട് ഈ ഭാഷ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഇത് എഴുതുന്ന ആൾക്ക് ശ്വേതാ മേനോൻ ആരാണ് എന്ന് നല്ല ബോധ്യമുണ്ടാവില്ലേ? ഇത് ഈ ചിത്രങ്ങളൊന്നും നിർമ്മിച്ചത് ശ്വേതയല്ല. അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ടെലിഫോൺ ലൈനിലുണ്ട്. മാർട്ടിൻ മേനാച്ചേരി, കേൾക്കാമോ? കേൾക്കാം. ഈ പരാതി കൊടുത്തതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? അതിൻ്റെ സാങ്കത്യം എന്താണ്?
ഞാൻ മാർച്ച് മാസം 1-ാം തീയതിയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പരാതി ഞാൻ കൊടുക്കുന്നത്. സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഏപ്രിൽ 30-ാം തീയതി ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിന്മേൽ നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം വീണ്ടും ഞാൻ ബഹുമാനപ്പെട്ട CJM കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ CJM കോടതി ഈ ബന്ധപ്പെട്ട എവിഡൻസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം അത് പോലീസിന്റെ റിപ്പോർട്ട് തരികയും അതിനനുസരിച്ചിട്ടാണ് ഈ CJM കോടതി ഈ കേസുമായിട്ട് FIR രക്ഷിക്കുന്നത്. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അതായത് ഈ ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുന്ന പല പടങ്ങളിലും ആ പടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇന്റർവ്യൂകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂകളിൽ വളരെ വ്യക്തമായിട്ട് ആ ഇന്റർവ്യൂവിന്റെ പകർപ്പ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ പകർപ്പുകളിൽ വളരെ കൃത്യമായിട്ട് പറയും, ഞാൻ ഇതുപോലെ തന്നെയുള്ള നഗ്നമായ വീഡിയോകൾ ഞാൻ വീണ്ടും ഞാൻ അഭിനയിക്കും, പണം കിട്ടിയാൽ ഞാൻ അഭിനയിക്കും. അപ്പം ഇത്തരം പോൺ സൈറ്റുകൾ വ്യാപകമായിട്ട് ഈ പോൺ സൈറ്റുകളിൽ ഇവരുടെ വീഡിയോസും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വൾഗറായിട്ടുള്ള വീഡിയോസ്, വൾഗർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇന്ന് ചൈനയിൽ നിന്ന് ഒരാളിനെ വിളിച്ചു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, വളരെ മോശമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ശ്വേതാ മേനോൻ സ്വന്തം നിലയ്ക്കാണോ ഇങ്ങനെ ഇത്തരം വീഡിയോകൾ പോൺ സൈറ്റിന് അയച്ചു കൊടുത്തത്? അങ്ങനെ പറയാൻ പറ്റുമോ താങ്കൾക്ക്? സ്വന്തം നിലയിലാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല, അപ്പം എങ്ങനെയാണ് അവരെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുക? കുറ്റക്കാരിയായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോസ് പോൺ സൈറ്റിലും ഉണ്ട്, 30 കോടിയോളം ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് അവർ തന്നെ പ്രസ്താവന പറയുന്നുണ്ട്. എവിടെയാണ്, ഏത് മാഗസീനിലാണ് അങ്ങനെ ഒരു അഭിമുഖം വന്നത്? അത് പ്രധാനമായിട്ട് ഒരു പത്രത്തിലും ഏത് പത്രം? ഒരു ഇടിക്കുച്ചി എന്ന് പറയുന്ന ഒരു പത്രത്തിൽ. അത് ഇടിക്കുച്ചി എന്ന് പറയുന്ന 1999 ഇടിക്കുറ്റിയോ? ബെസ്റ്റ് പേര്. ആ പത്രത്തിലും അതുപോലെ മീഡിയ സിൻഡിക്കേറ്റ്. അല്ല, എത്ര ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട്, നിങ്ങൾക്ക് ഈ ഇടിക്കുറ്റി മാത്രമേ കണ്ടിട്ടുള്ളൂ? മാത്രമല്ല ഒറ്റ കാര്യം, അവര് കൊടുത്തിരിക്കുന്ന അഭിമുഖമാണല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്നതല്ലോ. അപ്പൊ ഞാൻ അതെല്ലാം ഒരു തെളിവായിട്ടാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മലയാളത്തിലെ മറ്റ് ഒരു നടിമാരും ഇത്രയും മോശമായിട്ട് വൾഗർ വേഷങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അതെല്ലാം നടിമാരെ വിടൂ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എത്ര മലയാളി സ്ത്രീകൾ പോൺ സൈറ്റുകൾ സ്വന്തം നിലക്ക് തുടങ്ങിയിട്ടുണ്ട്. എത്ര മോശമായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരഭിമാനത്തോടെ തന്നെയാണ് അവർ അക്കാര്യം പറയുന്നതും. മാത്രമല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ ആ സൈറ്റിലോട്ട് കയറാം, അതിന് പ്രത്യേക ഫീസാണ്. അപ്പോൾ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ മറ്റ് ആരെയും കണ്ടില്ല എന്നുള്ളതാണോ? അല്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ശ്വേതാ മേനോന്റെ നഗ്ന വീഡിയോകൾ മാത്രമേ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇപ്പൊ കുഞ്ഞു പിള്ളേരുടെ പോലും, കാരണം കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും അറിയാവുന്ന, കോവിഡിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഫോണുണ്ട് ഇപ്പം. കാരണം വെച്ചാൽ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത, സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ എല്ലാവർക്കും മൊബൈലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇന്ന് വ്യാപകമായി. അന്ന് മുതലാണ് ഈ ഫോൺ കുഞ്ഞുങ്ങളുടെയും. ഇന്ന് കുഞ്ഞുങ്ങൾ പോലും, ഇതിപ്പോ നമ്മൾ പല കേസുകളും, ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ എറണാകുളം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ നഗ്നദൃശ്യം ഫോണിലെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ, നമ്മളെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതിനെക്കുറിച്ച് അജ്ഞരാണെങ്കിലും അല്ലെങ്കിൽ അറിവില്ലാതെ തന്നെ പല കാര്യങ്ങളും തെറ്റിലേക്ക് പോകുകയും, ഒരു ഗൂഗിളിൽ നമ്മൾ വെറുതെ ഒരു വാക്കടിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു. അത് നമ്മൾ ഭയാശങ്കയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണത്. പറഞ്ഞത് ഇതൊക്കെ നമ്മൾക്കൊരു ഭാരതത്തിന്റെ ഒരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങൾ പോലെ നമ്മൾ ആ സംസ്കാരം നമ്മൾ കീപ്പ് ചെയ്യണം. ഇത്തരം സംവിധാനങ്ങൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയാളികളായിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നതുമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വലിയൊരു നിയമം കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് വെബ് സീരീസുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ചെറുപ്പത്തില്, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി തീർന്നു പോകും. ഇതൊക്കെ ബാൻ ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ കുടുംബ സദസ്സുകളിലേക്ക് വരേണ്ടത് നല്ല നല്ല ചിത്രങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കളിമണ്ണ്, അതുപോലെ തന്നെ രതി നിർവേദം, പിന്നെ മറ്റേ ഒരു മറ്റേ ജയഭാരതിക്കെതിരെ പരാതി എന്താ കൊടുക്കാതിരുന്നേ?
കാരണം ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. എനിക്കതേക്കുറിച്ച് എന്നോട് എനിക്കതേക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. എതിർവേദത്തിന്റെ പുതിയ വേഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ചിത്രം ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ മാർട്ടിൻ മേനാശ്ശേരി, സദാചാരത്തെ കുറിച്ച് താങ്കൾ ഇപ്പൊ പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെ, യെസ്, സംസ്കാരത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. താങ്കൾ പെൺവാണിഭ കേന്ദ്രം എന്ന പേര് പറഞ്ഞ് പോലീസുകാരനാണ് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിലെ ഒരു വീട്ടിൽ നിന്ന് 50,000 രൂപയും 16 വയസ്സുള്ള പെൺകുട്ടിയും വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ട ആളാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഇല്ലേ താങ്കൾക്കെതിരെ? പോലീസ് തൃക്കാക്കര സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്റെ പേരിൽ. ആ കേസ് അങ്ങനെയല്ല. അതായത് ഞാൻ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ക്രൈമിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി, അത് നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു ചോദിക്കാം അതിന്റെ വസ്തുത എന്താണെന്നുള്ളത്. അപ്പോ ഈ നന്ദകുമാർ ഓഫീസർക്ക് ക്രൈമിന് വേണ്ടി സ്റ്റോറി ചെയ്യാൻ വേണ്ടി ചെല്ലുകയും അതിനകത്ത് ഒരു പെൺവാണിഭക്കാരനെ ഞാൻ ഇത് കാണുകയും അയാളുടെ അടുത്ത് ഈ സംസാരിച്ച് ഞാൻ അത് ഒളിക്യാമറ ദൃശ്യങ്ങൾ പിടിക്കുകയും ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്ന് അറിഞ്ഞപ്പോൾ അന്നത്തെ ACP ആയിരുന്ന ബിജോ അലക്സാണ്ടർ എന്ന പറവൂർ വരാപ്പുഴ പെൺവാണിഭ കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുള്ളിയായിരുന്നു. അന്ന് ഈ അച്ചായൻ ജോഷി എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു പെൺവാണിഭ സംഘം, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, 68ഓളം പെൺവാണിഭ കേസുകളായുള്ള പേരിലുണ്ട്. ഇയാളും ഈ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ടാണ് എന്നെ ആ ഒരു കേസിൽ ഞാൻ ഷാഡോ പോലീസ് കമ്മിഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ ഒരു കേസ് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരു പൈസ ചോദിക്കാതെ അല്ലെങ്കിൽ 16 വയസ്സുള്ള കുട്ടിയെ അങ്ങനെ ഉണ്ടെങ്കിൽ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം ഞാൻ സാറിനോട് ഞാനിപ്പോൾ വിളിച്ച് ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികം നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുക്കാണ്ട് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്തും താങ്കൾ എന്തുകൊണ്ട് ഈ ഫോൺ പോലീസിന് ഫോർവേഡ് ചെയ്തില്ല. ആ ഫോൺ കൊടുത്താൽ പോലീസ് റെക്കോർഡ് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ ഈ സംഭവം 1280/2015 CC 1280/2015 നമ്പർ പ്രകാരം കാക്കനാട് കോടതി ഈ കേസ് വന്നു. കേസ് വന്നപ്പം അന്നത്തെ മജിസ്ട്രേറ്റ് ആയിരുന്ന ഷിബു ഡാനിയൽ സാറാണ് മജിസ്ട്രേറ്റ്. ആ വിസ്താര വേളയിൽ തന്നെ എന്റെ പേരിൽ ഒരു കേസുകളില്ല. അന്ന് ഈ പറയുന്ന ഈ പെൺവാണിഭക്കാരനെ പേരിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വക്കീൽ വാദിച്ചു കഴിഞ്ഞപ്പോൾ 68 കേസുകളിലെ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്നെ ട്രാപ്പിലാക്കിയ കേസല്ലെന്ന് വാക്കാൽ പരാമർശിച്ചു. അപ്പൊ താങ്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ ശ്രീ മാർട്ടിൻ, ഈ പരാതി ശ്വേതാമേനോനെതിരെയുള്ള പരാതി താങ്കൾ സ്വന്തം നിലയ്ക്ക് കൊടുത്തതാണോ അതോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി നൽകിയതാണോ? ഇതിനിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് പോയൊരു കാര്യം, 2 കാര്യങ്ങൾ ഞാൻ പറയാനാ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഒരു ഞാൻ അത് ഒന്ന് പറഞ്ഞത് ഈ ഇതിന്റെ ഉത്തരത്തിൽ നമ്മൾ അതല്ലല്ലോ വിഷയം. താങ്കൾക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്, അതില്ല എന്ന് താങ്കൾ ക്രൈം നന്ദകുമാറാണ് അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തത്, അതില്ല എന്നിപ്പോ താങ്കൾ പറഞ്ഞു. അത് ഓക്കെ, അത് നമുക്ക് മാറ്റിവെക്കാം. ഇതിനുള്ള മറുപടി താങ്കൾ സ്വന്തം നിലയ്ക്കാണ് പരാതി കൊടുത്തത്. ഇപ്പൊ വ്യാപകമായിട്ട് പറയുന്നു ഈ ബാബുരാജ് എന്ന് പറയുന്ന സിനിമാ നടനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഈ മനുഷ്യനെ ഞാൻ സിനിമ കണ്ടിട്ടില്ല, നേരിട്ട് പോലും ഞാൻ അത്യാവശ്യം ഒരു സിനിമാ നടന്മാരെ പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഏതെങ്കിലും ഒരു നടന്മാരുടെ ഫോൺ നമ്പറുകൾ എൻ്റെ ഇല്ല. ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത് എന്റെ സ്വന്തം നിലയിൽ തന്നെയാണ്. അപ്പോൾ ഒരാളും താങ്കളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല? എനിക്ക് ഈ അമ്മ സംഘടനയിലുള്ള ഒരാൾ എന്തിനാ പറയുന്നത്, അവിടുത്തെ ഒരു തൂപ്പുകാരനുണ്ടെങ്കിൽ തൂപ്പുകാരനായിട്ട് പോലും എനിക്ക് ബന്ധമില്ല, എനിക്ക് ഒരാളെ അറിയത്തുമില്ല. അപ്പൊ ഈ ജൂലൈ 31 തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയുമായിട്ട് പോകാനുള്ള കാരണം എന്താണ്? ജൂലൈ 31 അല്ലല്ലോ. അതായത് നമ്മൾ ആദ്യമേ ഈ പരാതി കൊടുത്തിരിക്കുന്നത് അത് മനസ്സിലായി. പോലീസ് നടപടിയൊന്നും എടുത്തില്ല, സിറ്റി പോലീസ് കമ്മീഷണർ നടപടി എടുത്തില്ല. അങ്ങനെയാണല്ലോ താങ്കൾ കോടതിയിലേക്ക് പോകുന്നത്. ആ കോടതിയിലേക്ക് പോയത് ജൂലൈ 31 ജൂലൈ 31 പറഞ്ഞാൽ വക്കീൽ അതിന്റെ പ്രൊസീജിയർ തീർത്ത് ജൂലൈ 31 ഫയൽ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിന് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സത്യത്തിൽ അങ്ങനെ ഒരു പരിവേഷം നൽകേണ്ടതില്ല അതിനകത്ത്. ശ്വേതാമേനോനുമായിട്ട് വ്യക്തിവിരോധം വല്ലതും ഉണ്ടോ? ശ്വേതാമേനോനെ എനിക്കോ അദ്ദേഹത്തിന് എന്നെയോ എനിക്ക് അദ്ദേഹത്തെയോ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. ഓക്കെ, ഈ നോക്കൂ, ഈ പോൺ സൈറ്റുകൾ, താങ്കൾ പോൺ സൈറ്റിലോട്ട് പോയത് കൊണ്ടാണല്ലോ ഇതൊക്കെ കണ്ടത് അല്ലേ? രണ്ട് പെൺകുട്ടികൾ ഈ പോൺ വീഡിയോസ് കണ്ട സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു, താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. രണ്ട് പെൺകുട്ടികളല്ല, പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ഇത്
ഞാൻ ചോദിക്കുകയും അപ്പൊ അത് മക്കൾ ഇത് മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ആ രണ്ട് കുട്ടികൾ ഇനിയിപ്പോൾ കോടതിയിൽ ചിലപ്പോൾ തെളിവൊക്കെ ഹാജരാക്കേണ്ടി വരും. ഈ രണ്ട് കുട്ടികൾ എവിടെയുള്ളവരാണത്? എനിക്ക് ആ കുട്ടികളെ പരിചയമില്ല. അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്ത് വെച്ച്. ഹൈക്കോടതിയുടെ പരിസരത്ത്? അതെ. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഈ വീഡിയോ ഇതാണ് കാണുന്നതെന്ന് എങ്ങനെ താങ്കൾക്ക് മനസ്സിലായത്? കാരണം ഞാൻ ആ പരിസരത്ത് നിന്ന് ഈ കുട്ടികൾ അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ തന്നെ ഒരു കോള് വരികയും ആ കോള് വന്നപ്പോൾ ഞാൻ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ അന്ന് കണ്ടപ്പോഴാണ് ഈ കുട്ടികളെ സംസാരം ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ്, ഈ ഫോണിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മക്കൾ അത് മോശമാണെന്ന് പറഞ്ഞു. അത് ആ പിള്ളേർ അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഒരു സമയത്ത് തന്നെ നമ്മളെ ആ ഹൈക്കോടതിയിലാണ് നമ്മളെ സബ് ജയിലിന്റെ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇടവഴിയിൽ കൂടെ കഴിഞ്ഞപ്പം ഈ പിള്ളേര് മറ്റേ നാക്കിനിടയ്ക്ക് വെക്കുന്ന ഒരു സാധനം വെക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവിടെ പല ആൾക്കാരും പറഞ്ഞു ഈ അമ്മായിക്ക് പറഞ്ഞ് വരെ ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഹൈക്കോടതിയുടെ പരിസരങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്, ആ ഇടുങ്ങിയ വഴികളൊക്കെ. മനസ്സിലായോ? അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം. അത് മാത്രമല്ല, താങ്കൾ കോടതിയിൽ ഒരു ലിസ്റ്റ് കൊടുത്തല്ലോ, ഈ പോൺ സൈറ്റുകളുടെ ലിസ്റ്റ്. അല്ലെ, 10-20ഓളം പോൺ സൈറ്റുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തതാണ് എന്നാണല്ലോ ഇപ്പൊ പുറത്തറിയുന്നത്. ബാൻ ചെയ്തതാണ്, നിരോധിക്കപ്പെട്ടവയാണ്. ബാൻ ചെയ്തത് എങ്ങനെയാണ് കോടതി കൊടുക്കാൻ പറ്റുക? കാരണം കോടതി അത് പരിശോധിച്ചതിന് ശേഷമാണ് കേസെടുക്കണം വേണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലെത്തിയത്. അല്ലാതെ ബാൻ ചെയ്ത സാധനം എങ്ങനെ കോടതിക്ക് ഓപ്പൺ ആക്കാൻ പറ്റും? ഒരു കാര്യം കൂടി, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇപ്പൊ ഇത് വലിയൊരു വിവാദമായി. ഒരു ചലച്ചിത്ര പ്രവർത്തകയെ, ഒരു നടിയെ, അവർ വളരെ സജീവമായി ഈ അമ്മ എന്ന സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. ആ സമയത്ത് അവരെ താറടിച്ച് കാണിക്കുന്ന ഒരു പരാതി കോടതിയിൽ കൊടുത്തതിൽ താങ്കൾക്ക് ഒരു തരി പോലും കുറ്റബോധം ഇല്ല എന്നുള്ളതാണോ? താങ്കൾ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ ചോദിക്കുന്നത് ഈ സാർ ചോദിച്ചൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, ഇപ്പൊ ഈ അമ്മ സംഘടന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോട്ട് ഞാനിപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആകണമെങ്കിൽ അതിനകത്തുള്ള ആരെങ്കിലും ആയിട്ട് എനിക്ക് ബന്ധം ഉണ്ടാകണം. അവരെനിക്കൊരു പ്രഷർ ഉയർത്തണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഫണ്ടിങ് നടത്തണം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എനിക്ക് ആ മേഖലയിലുള്ള, ആ സിനിമ മേഖലയിലുള്ള ഒരാളായിട്ട് പോലും എനിക്ക് പേഴ്സണലി പോലും ബന്ധമില്ല. ഞാൻ ഇവരെ ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഞാൻ ഒരു എയർപോർട്ടിൽ വെച്ച് ഞാൻ ഒരു നടിയെ കണ്ടു. ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു, സൗകര്യപരമായി. ഞാൻ അവരുടെ സെൽഫി പോലും എടുക്കാൻ പോയിട്ടില്ല. കാരണം എന്നെ അവർക്കും അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ സെൽഫി പോലും ഞാൻ എടുക്കാറില്ല. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. താങ്കൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അപ്പൊ നോക്കൂ, ഇന്ന് ഹൈക്കോടതി FIR സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിൽ തുടർ നടപടികൾ പാടില്ല. മാത്രമല്ല, നോക്കൂ, സാധാരണ ഇങ്ങനെ FIR സ്റ്റേ ചെയ്യുമ്പോൾ ഒരിക്കലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ അല്ലെങ്കിൽ കീഴെയുള്ള ഏതെങ്കിലും കോടതിയോട് ഒരിക്കലും റിപ്പോർട്ട് ആവശ്യപ്പെടില്ല. നോക്കൂ, റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു, പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു FIR ഇട്ടത്, എന്തുകൊണ്ടാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ കോടതിയോട് നിർദ്ദേശിച്ചത്, ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലായി കാണില്ലേ ഈ FIR സ്റ്റാൻഡ് ചെയ്യില്ലെന്ന്, ഇത് നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അത്തരമൊരു നിർദ്ദേശം നൽകിയത്. മാത്രമല്ല FIR സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചതും അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നോക്കൂ, ഇപ്പോഴും താങ്കൾക്ക് തോന്നുന്നില്ലേ താങ്കളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന്? ഇപ്പോഴും മാർട്ടിൻ മേനാച്ചേരി എന്ന പരാതിക്കാരന് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, അതിനിപ്പം ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അതിനകത്ത് എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം എനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് വരച്ച് ഞാൻ അതിന്റെ വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് മാത്രമേ എനിക്ക് അതിന്. താങ്കളുടെ വക്കീൽ ആരാണ്? എന്റെ വക്കീൽ അഡ്വക്കേറ്റ് മുജീബ്. ഓക്കെ മാർട്ടിൻ, വളരെയധികം നന്ദി ഇത്രയും സമയം സംസാരിച്ചതിന്. ബൈജു കൊട്ടാരക്കര, മാർട്ടിൻ മേനാച്ചേരിയുമായിട്ടാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. സ്വന്തം നിലക്കാണ് പരാതി നൽകിയത് എന്ന് പറയുന്നു. അമ്മയിലുള്ള ആരെയും അറിയില്ല, മാത്രമല്ല നടന്മാരും നടിമാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിന് അമ്മ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമില്ല എന്നൊക്കെ അയാൾ പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമല്ല, ആദ്യം പിടിച്ചകത്തിടേണ്ടത് അയാളെയാണ്, ഈ മാർട്ടിൻ മേനാച്ചേരിയാണ്. കാരണം ഇയാളാണ് ഈ പോൺ സൈറ്റുകൾ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത്.
അപ്പൊ ഇയാൾക്ക് ഈ കോടതിയിൽ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ഏതോ 10 or 20 ആ പോൺ സൈറ്റുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പോൺ സൈറ്റുകൾ സ്ഥിരമായി കാണാറുള്ള ഒരാളായിരിക്കുമല്ലോ ഈ മാർട്ടിൻ മേനാച്ചേരി, അല്ലെങ്കിൽ അയാളെ കൊടുക്കില്ലല്ലോ. അപ്പൊ അത് മാത്രമല്ല, 20 വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാമേനൻ ചെയ്ത ഒരു കഥാപാത്രം അവര് മറ്റേ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചു. ഈ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ പറ്റൂ. ഇനി അവർ കളിപെണ്ണ് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു, ബ്ലെസ്സിയാണ് ചെയ്തത്. അപ്പോ ബ്ലെസ്സിയെയും അതിൽ നായകനായി അഭിനയിച്ച ബിജു മേനോനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അതുപോലെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, അത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ പിടിച്ച് അകത്താക്കണോ? പാലേരി മാണിക്ക്. അപ്പൊ ഇതൊക്കെ ഈ AMMA എന്ന് പറയുന്ന സംഘടനയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിനകത്ത് ചില ആളുകളെ മാറ്റി നിർത്താനും ചില ആളുകളെ തിരികെ കയറ്റാനുമുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാതൊരു സംശയമില്ല അതിനകത്ത്. കാരണം ഈ പറയുന്ന ദേവൻ പോലും ഒരു രാഷ്ട്രീയത്തെ വളരെ ശക്തമായി അനുകൂലിക്കുന്ന ആളാണ്. വേറെ ആരുമല്ല, BJP തന്നെയാണ്, മറ്റു രാഷ്ട്രീയത്തെ ഒന്നുമല്ല. അപ്പൊ ദേവനെ ആ സ്ഥാനത്തേക്ക് ഒന്ന് അവരോധിക്കാൻ വേണ്ടി ആദ്യം ജഗദീഷ് പിന്മാറി, പിന്നെ ആരേ ഉള്ളത്? ദേവനാണുള്ളത്. അപ്പൊ ദേവനെ അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആരൊക്കെയാണ് സിനിമയ്ക്കകത്ത് ചരട് വലിച്ചിരിക്കുന്നത്? ഈ സംഘടനയെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഈ മേനാച്ചേരി പറയുന്നത് പോലെ 10 വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും നാൾ ആ സിനിമ കണ്ടില്ല? ഏതോ കുട്ടികളിരുന്ന് കണ്ടുവന്നു, ഇപ്പോഴാണ് കാണുന്നത്, കുട്ടികളിരുന്ന് കാണുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് സൈറ്റുകളുണ്ട് ഈ നാട്ടില്. ഈ പറയുന്ന ആയിരക്കണക്കിന് സൈറ്റുകളാണ്. ഈ സൈറ്റിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇയാളെ കേസ് കൊടുക്കുവോ? അയാളത്തെ കേസ് കൊടുക്കാത്തെ? അങ്ങനെയാണെങ്കിൽ സിൽക്ക് സ്മിതയുടെ പേര് കേസ് കൊടുക്കണ്ടേ? ബാക്കി എത്രയോ നടിമാർ, ഷക്കീലയുടെ പേര് കേസ് കൊടുക്കണ്ടേ? അതിന്റെ ഷക്കീല വ്യാപാരത്തിന് വേണ്ടിയല്ലേ സിനിമകൾ ചെയ്ത് മെയിന് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്? പിന്നെ ഇപ്പൊ ശ്വേതാമേനും എതിരെ മാത്രം കേസ് കൊടുക്കാനുള്ള കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അല്ലാതെ ഈ മേനാച്ചേരി പറയുന്നത് വെറുതെ പറയുന്നതാ. അടുത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് മേനാച്ചേരിയെ ആരോ ഇതിനകത്തൊന്ന് കെട്ടിയിറക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് AMMയുടെ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ ദിവസം ശ്രീ അനിൽ ഓർമ്മ കാണും, തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ മിനിസ്റ്റർ സജി ചെറിയാനും V ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞു, സ്ത്രീകൾ എന്താണ് ഒരു സംഘടനയുടെ അമരത്ത് വരുന്നതിനകത്ത് എന്താണ് കുഴപ്പം, അവർ വരട്ടെ എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേസോടെ ഈ കേസുമായിട്ട് പോയത്. അപ്പൊ അതിനകത്ത് ഈ AMMA എന്ന സംഘടനയുടെ ചില ആളുകൾ അതിലേക്ക് ചിലപ്പോ ഇനി ശ്വേതാമേനൻ വരട്ടെന്നോ, അല്ലെങ്കിൽ സ്ത്രീകൾ കുറെ മെമ്പർമാരുണ്ടതിനകത്ത് അവരോട് ഒത്തുനിന്നിട്ട് ശ്വേതാമേനെ കൊണ്ടുവരാം എന്നൊക്കെ ഒന്ന് കരുതിയാൽ അത് തെറ്റു പറയാൻ പറ്റുമോ? ചിലപ്പോ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കാണും. ശ്വേതാമേനൻ വന്നാൽ നല്ലതാവോ ചീത്തയാവോ എന്നുള്ള ഒരു ചിന്തയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്കെതിരെ കേസ് കൊടുത്തത് ശരിയായില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഏത് സിനിമയാണ് എടുക്കുക, ഏത് പരസ്യമാണ് എടുക്കുക? ഇതെല്ലാം സെൻസർ സർട്ടിഫൈ ചെയ്ത സാധനങ്ങളാണ്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ടാൽ മതി. അപ്പൊ ഈ മേനാച്ചേരി സ്ഥിരമായിട്ട് പോൺ സിനിമയെ കാണുന്ന ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഞെക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളി. അല്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റും? അല്ല, മേനാച്ചേരിയുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഞാനിപ്പോൾ ഇവിടെ ബ്രീഫ് ചെയ്തു. ഞാൻ മേനാച്ചേരിയോട് ചോദിക്കുകയും ചെയ്തു. ഒരു കേസ് അയാൾക്കെതിരെ എടുത്തിരുന്നു, തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ. ആ കേസുണ്ട്, പക്ഷേ അത് കള്ളക്കേസാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അതിൽ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത്, ആൾമാറാട്ടം നടത്തി, ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ ഒരു പശ്ചാത്തലം വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അയാളെ പുറത്താക്കിയിട്ടുണ്ട്. അതിലും ഈ തട്ടിപ്പ് തന്നെയായിരുന്നു കാരണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഉറപ്പാണ്. യെസ്, മായ വിശ്വനാഥ്. മായ, ഈ അമ്മ സംഘടനയിലെ വിഴുപ്പലക്കലുകളാണോ ഇങ്ങനെയൊരു പരാതി കൊടുക്കാൻ മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയെ പ്രേരിപ്പിച്ചത്? മാർട്ടിൻ മേനാച്ചേരിയെ ആരെങ്കിലും കരുവാക്കിയതാണോ, ഉപകരണമാക്കിയതാണോ? എന്താണ് തോന്നുന്നത്? അല്ല, ഇത് നമ്മൾ ഇതുവരെ ലോകത്ത് കേൾക്കാത്തൊരു വിചിത്രമായ ഒരു പരാതിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. എനിക്ക് തോന്നിയത് തന്നെ ആദ്യം കോടതി ഇത് എങ്ങനെ കേസെടുത്തെന്നാണ്. പിന്നെ അവർക്ക് ബോധ്യമായപ്പോൾ അവർ അതിനെ റദ്ദാക്കി. പക്ഷേ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഇത് ഇലക്ഷൻ സമയമായപ്പോഴാണ്, പ്രത്യേകിച്ച് 2 മെയിൻ സീറ്റുകളിൽ ഇരിക്കാൻ പോകുന്നത്, പദവികൾ സ്വീകരിക്കാൻ പോകുന്നത് 2 സ്ത്രീകളാണ്. അപ്പം തൊട്ടാണ് പലർക്കും ഇതൊരു അസഹിഷ്ണുത പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന, അതിന് ഒരു വാചകമുണ്ട്. ആ വാചകം ഇപ്പം ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം തൊട്ട് തുടങ്ങിയ പല പ്രശ്നങ്ങളാണ് ഇന്ന് ഈ വെഴുപ്പിലക്കലും ഛർദ്ദിക്കലും. ശരിക്കും തന്നെ പൊതുജനത്തിന് നമ്മുടെ ഇപ്പം ബൈചേട്ടൻ പറഞ്ഞു, ബൈചേട്ടൻ ആദ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ എല്ലാ ബഹുമാനത്തോടെയും, അമ്മയാണ്, AMMA അല്ല പ്ലീസ്.
അത് നിങ്ങളുടെ സംഘടനയെ തന്നെ നമ്മൾ അങ്ങനെ കുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? അത് ആദ്യം ഞാൻ റിക്വസ്റ്റോടെ എല്ലാ ബഹുമാനത്തോടെ പറയണം, അമ്മ എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ബായു ചേട്ടൻ സംഘടനയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ കുറച്ചും കൂടി കേൾക്കാൻ സുഖമാണ്. പക്ഷേ ഈ മാർട്ടിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അത് ഉറപ്പാണ്. കാരണം മാർട്ടിൻ കുറേ നാൾക്ക് മുന്നേ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന തോമസ് സാറ്, പി.ടി. തോമസ് സാറ് ആരോപണത്തിൽ അയാളെ പുറത്താക്കുകയും ചെയ്തവനാണ് ഈ മാർട്ടിന് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല, സിനിമയായിട്ടൊരു ബന്ധവുമില്ല. എന്നിട്ട് അയാൾ പറഞ്ഞ വിചിത്രമായ കേസ്, ഹൈക്കോടതിയിൽ 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഹൈക്കോടതിയിൽ വരുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എന്തിനാ കുട്ടികൾ ഹൈക്കോടതിയിൽ വന്നത്? പിന്നെ ഒരു മൊബൈൽ കാണുന്നത് അത് ഇന്ന സിനിമയാണെന്ന് മാർട്ടിൻ എങ്ങനെ മനസ്സിലായി? മാർട്ടിൻ അടുത്ത് ചെന്ന് ഇരുന്നാലല്ലേ അത് ഏത് സിനിമ എന്ന് അറിയുള്ളൂ. അപ്പം തീരെ കൊച്ചുകുട്ടികൾ ആ സിനിമ കാണുമ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് അതിന് കൂടെ നിന്നത്? അതെന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കും. അയാൾക്കെതിരെ ഇത് കേസെടുക്കേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും തിന്മയുള്ളൊരുത്തൻ എപ്പോഴാണ് ഇയാൾക്ക് സമൂഹത്തിനോട്, സൊസൈറ്റിയോട് ഒരു നന്മ വന്നു തുടങ്ങിയത്? ഇവിടെയൊക്കെയാണ് നമുക്ക് ചോദ്യം ചിഹ്നം വരുന്നത്. ഇത്രയേ ഉള്ളൂ, 2 സ്ത്രീകൾ ഭരിക്കട്ടെ. കുറേ നാളൊക്കെ പലരും ഭരിച്ചതല്ലേ. അപ്പം 2 സ്ത്രീകൾ അവിടെ ഇരുന്നാൽ അവർ നാളെ അത് പ്ലസ് ആണോ മൈനസ് ആണോ അവർ വന്ന് ജയിച്ചു വന്നാലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? അമ്മ സംഘടനയിൽ ഇന്നലെ ഞാൻ ശ്വേത ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴും ഇത് പുരുഷന്മാരാണെന്ന് എന്ത് പറയും? സ്ത്രീകൾ കാണൂലേ ഇതിൻ്റെ ഇടയിൽ? ഒരു 2 സ്ത്രീകൾ ഇരിക്കുമ്പം ആർക്കൊക്കെ നിൽക്കാൻ പറ്റാത്തത്, അവർ നിന്നാൽ തോറ്റു പോകുമെന്ന് വിചാരമുള്ള ചിലവർ കാണൂല ഇതിൻ്റെ പിന്നിൽ. അതെന്തുകൊണ്ട് ആലോചിച്ചില്ല? എപ്പോഴും സ്ത്രീകൾക്കെതിരെ കുറേ സ്ത്രീകളായിരിക്കുമല്ലോ, കുറേ സ്ത്രീകൾ. പക്ഷേ ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ കുറേ സ്ത്രീകളായിട്ട് സംസാരിച്ചു, സംഘടനയിലെ പുരുഷന്മാരായിട്ട് സംസാരിച്ചപ്പോഴും അവരെല്ലാം ശ്വേത ചേച്ചിക്ക് സപ്പോർട്ടാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും സപ്പോർട്ടാണ്. ഇന്നലെ ശ്വേത ചേച്ചിയെ ഞാൻ സംസാരിച്ചപ്പോൾ ശ്വേത ചേച്ചി പറഞ്ഞത്, ഞാനൊരു രാത്രി 8 മണിക്കാണ് ചേച്ചി, ഒരു 7:30-ക്കൊക്കെയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. 4ാമത്തെ ഒരു സ്ത്രീയാണ് മായ വിളിക്കണമെന്ന് പറഞ്ഞു. കൂടുതലും വിളിച്ചത് പുരുഷന്മാരായിരുന്നു ശ്വേത ചേച്ചി. സ്ത്രീകളും ചേച്ചിക്ക് സപ്പോർട്ടാണ്. പിന്നെ പകലൊക്കെ വിളിച്ചു കാണും ഇന്നൊക്കെ കൊണ്ട്. പക്ഷെ അതൊന്നുമല്ല. ശ്വേതയും പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരും വന്നപ്പോൾ തൊട്ടാണ് ഈ വിഴുപ്പലക്കലും സർദിലുകളും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കേട്ടുകേൾവികൾ. 32ാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് 2025 ജൂൺ 21 കഴിഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത കേസുകളും പല ആരോപണങ്ങളാണ് വന്നത്. എന്തുകൊണ്ടാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള് ഈ ഇലക്ഷൻ സമയത്ത് ഇത് കൊണ്ടുവന്നത്? അയാൾ അത്ര നന്മയുള്ളവനാണെങ്കിൽ ഈ പല സിനിമകൾ ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു രതിനിർവേദം 14.5 വർഷമായി. 2011 ഷൂട്ട് തുടങ്ങി, ജൂണിലാണ് ഇത് റിലീസ്. 2011 ആ സമയത്ത് 14.5 വർഷം 15 വർഷം ആവാൻ പോകുന്നു. അന്നൊന്നും വരാത്ത കേസ്. ഞാൻ അഭിനയിച്ച ചിത്രം കൂടിയാണ് അതിൽ ഇങ്ങനെ പറയുന്ന ഒന്നുമില്ല. അത് UA സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്. UA സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയ്ക്ക് എങ്ങനെയാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ആദ്യം അയാളെ കൊണ്ട് ഒരു നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അയാൾക്ക് എന്തോ കുഴപ്പമുള്ളൊരുത്തനാണ്. കുഴപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് സിനിമകൾ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന വിനുവേട്ടനായാലും ബൈച്ചേട്ടനായാലും അവരൊക്കെ എത്ര നല്ല സിനിമകൾ എടുത്തവരാണ്. എത്ര സിനിമകളിൽ നമ്മൾ പാട്ട് സീനുകൾ എടുത്ത് അന്നൊന്നുമില്ലാത്ത ഒരു ശ്വേതാ മേനന് മാത്രം. അങ്ങനെയാണെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞാൽ ഷക്കീല ആരൊക്കെ എതിരെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത് അല്ലേ? ഒരുപാട് മലയാളി സ്ത്രീകൾ ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവര് സ്വന്തമായിട്ട് പോൺ സൈറ്റുകൾ അവരുടെ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, വളരെ സ്വകാര്യമായിട്ടുള്ള പ്രദർശനമുണ്ട്. ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാം. എല്ലാം നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഈ മാർട്ടിൻ മേനാച്ചേരി കണ്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. മാർട്ടിൻ മേനാച്ചേരി കണ്ടത് ശ്വേതാ മേനോന്റെ മാത്രമാണ്.
കാരണം പുള്ളിക്ക് ശ്വേത ചേച്ചി ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, പുള്ളി അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തത്. അപ്പൊ പുള്ളി അത് പോൺ സൈറ്റുകൾ കാണുന്ന ഇയാളുടെ പേരിലാണ് ആദ്യം കേസ് എടുക്കേണ്ടത്. ഇയാൾക്ക് ഇങ്ങനെ എത്ര സൈറ്റുകളെ കുറിച്ച് അറിയാം? അത് ഇയാൾ ഈ കുട്ടികൾ കണ്ടത് ഇന്നതാണെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഇയാൾ അത് കൊണ്ടുപോയി ആസ്വദിച്ചിരിക്കായിരുന്നോ? അല്ല, ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഈ കുട്ടികൾ എന്തിനാണ് ഹൈക്കോടതിയുടെ അവിടെ വന്നത്? അത് സ്കൂളുള്ള സമയത്ത് കൃത്യമായിട്ട് പഠിച്ച സ്ക്രിപ്റ്റ് നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള പറയുന്നുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ല, ഇയാളുടെ പിന്നിൽ ആരോ നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള. നമുക്ക് നോക്കാം. നമുക്ക് മറ്റ് പാനലിസ്റ്റുകളുടെ സംശയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നൊരു കാര്യം, ശ്വേതയുടെ കാര്യം അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മാധ്യമപ്രവർത്തനം ആരോ ഒരു പരാതി കൊടുത്തു. ഇതിപ്പോൾ വന്നിരിക്കുന്നത് കോടതിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കോടതിയാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും ആര് ചെയ്താലും തെറ്റായ കാര്യമാണ്. ഈ തെറ്റ് ശ്വേതയുടെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ അതൊരു സ്ത്രീ മുഖാന്തരം വന്നിരുന്നത്. അതേ സ്ത്രീ തന്നെ ഇപ്പോഴും ഈ അമ്മയുടെ പ്രശ്നത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, ജനങ്ങൾ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സംഭവിച്ചത് എന്താ? ഇവിടെ വേറെ സംഭവിച്ച ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തു. 10-12 പേരാണ് ഓരോ ഭാഗത്തും നോമിനേഷൻ കൊടുത്തത്. ഈ നോമിനേഷൻ കൊടുത്ത കാര്യത്തിൽ ഇവിടെ പലതും പറഞ്ഞു കേട്ടെന്ന് വെച്ചാൽ ഇന്ന ആൾ നമ്മളെ സംബന്ധിച്ച് ആര് വന്നാലും ഒരു പ്രശ്നമില്ല. ഞാൻ അമ്മയുടെ മെമ്പറല്ല, മിക്കവരായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ആദ്യം പേര് കൊടുത്തപ്പോൾ ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കേണ്ട ആൾക്കാർ വേറെ സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ശ്വേതാ മേനോൻ നിന്നു, പിന്നെ ജഗദീഷ് വന്നു. അവിടെ ആദ്യം സാധ്യത കണ്ടിരുന്നത് ജഗദീഷോ ശ്വേതാ മേനോനോ ആയിരുന്നു. അതുവരെ ആ ചിത്രത്തിൽ ദേവൻ എന്നുള്ള നടൻ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജഗദീഷ് വിളിച്ചു. ജഗദീഷ് ഉറച്ചു നിൽക്കുകയാണോ, എന്താണ് പരിപാടി? ജഗദീഷ് പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന ആളാണ്. ട്രഷറായിരുന്നിട്ടുണ്ട്, വൈസ് പ്രസിഡൻ്റ്, എക്സിക്യൂട്ടീവ് ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് നിൽക്കാനുള്ളത് പ്രസിഡന്റ് പോസ്റ്റ് മാത്രമാണ് എന്നാണ് ജഗദീഷ് പറഞ്ഞത്. അതേ ജഗദീഷിനെ എന്താ പറഞ്ഞ് ചതിയൻ എന്ന് വിളിച്ചുകൊണ്ട് ശരിക്കും മാനഹാനി ഉണ്ടാക്കി വേദനയോടെ അദ്ദേഹം പടിയിറങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ പടിയിറങ്ങിപ്പോയതിൻ്റെ പുറകിൽ വേറെ ഭീഷണി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ആ സമയത്താണ് ദേവൻ ലാസ്റ്റ് മൂമെൻറ്റിൽ, അതായത് നോമിനേഷൻ കൊടുക്കാൻ 1 മണിക്കൂർ മുമ്പുള്ളപ്പോഴാണ് ദേവൻ കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ടത്. അപ്പോൾ ഞാൻ ദേവനെ വിളിച്ചു. ദേവൻ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നിർത്തുന്നുണ്ട്. അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു. മറുഭാഗത്ത് ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ബാബുരാജ് ഉണ്ടായിരുന്നു. ബാബുരാജ് എൻ്റെ സുഹൃത്തൊന്നുമല്ല. ബാബുരാജിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താ? ബാബുരാജിന് എതിരായിട്ട് പ്രത്യാരോപണങ്ങൾ ശരിക്കും വന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അമ്മയുടെ. ജോയിൻറ്റ് സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതേ ആരോപണങ്ങൾ ബാബുരാജിൻ്റെ പേരിലുണ്ടായിരുന്നു. അന്ന് അവർ ആരും എതിർക്കുകയോ ബാബുരാജിന് നിൽക്കാനുണ്ടെന്ന് പറയുകയോ ചെയ്തില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ സ്ഥിതി പുറത്തു വന്ന 2 കേസുകളുണ്ട്. ഒന്ന്, ഈ അമ്മയുടെ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ മെമ്പർമാരറിയാത്തൊരു കാര്യമുണ്ട്. GST 10 കോടിയിൽ താഴെ അടയ്ക്കേണ്ടിയിരിക്കുന്നു. 10 കോടി താഴെ GST അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുക. അതിന് ഏത് കമ്മിറ്റി വന്നാലും ആ കമ്മിറ്റി ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ 10-12 നടികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് മീ ടു സമയത്ത് ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് മീ ടു സമയത്ത് അവരെ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് തിക്താരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഒരാളുടെ കയ്യിലാണ്. അത് വെച്ചിട്ട് അയാൾ ഈ തെരഞ്ഞെടുപ്പിന് മിസ്യൂസ് ചെയ്യൂ എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു കൂട്ടം ആൾക്കാർ കോടതിയിൽ പോകാതിരിക്കുന്നു. ഇങ്ങനെ ഈ 2 സംഭവങ്ങൾ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കേസിൽ ശ്വേതയ്ക്ക് ഒന്നും സംഭവിക്കില്ല, വളരെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുമെന്ന് ഈ കൊടുത്ത ആൾക്കാർക്ക് അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ടാണ് ശ്വേതയുടെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമല്ല.
അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമില്ല, മത്സരം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിച്ചാലും അത് അമ്മയ്ക്ക് മുതൽക്കൂട്ടാണ്. പക്ഷേ അമ്മ ഇതുവരെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഞാനിപ്പോഴും കുറ്റപ്പെടുത്തുന്നത് മോഹൻലാലിനെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. കാരണം മോഹൻലാൽ മാറിയതിന് ശേഷമാണ് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയില്ല നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇനി പ്രശ്നം ഉണ്ടായി, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അമ്മയുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോ മോഹൻലാലോ മമ്മൂട്ടിയോ അതുമായി ഉയർന്ന നിലയിലുള്ള ആൾക്കാരോ എന്ത് സംഭവിച്ചു എന്ന് സംസാരിച്ചിട്ടില്ല. അവർ വാ തുറന്നിട്ടില്ല. അവരെന്താ വാ തുറക്കാത്തത്? അവർ പാടുപെട്ട് ഉണ്ടാക്കിയ സംഘടനയാണെന്ന് ആലോചിക്കണം. ഈ സംഘടന തുടക്കം മുതൽ ഒരു മാധ്യമപ്രവർത്തകൻ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വ്യക്തികൾക്കല്ല അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അമ്മ നിലനിൽക്കണം, കുറേ പേർക്ക് അതുകൊണ്ട് മരുന്ന് പെൻഷൻ എന്താക്കി ജീവിക്കുന്നൊരു സംഘടനയാണത്. അപ്പോൾ മോഹൻലാൽ ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല. അവിടെ മുതലാണ് ഇതിൻ്റെ താളം തെറ്റി തുടങ്ങിയത് എന്ന പക്ഷക്കാരാണ്. പല്ലിശ്ശേരി, അതിലെനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പുതിയ ആളുകൾ വരട്ടെ, നേതൃനിരയിൽ പുതിയ ആളുകൾ വരട്ടെ. ഇപ്പോൾ ഒരാൾ തന്നെ അങ്ങ് ഇരുന്നാൽ പോരല്ലോ, പുതിയ ആളുകൾ വരട്ടെ. പക്ഷേ ആര് വന്നു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക. ഇതിപ്പോൾ നോക്കൂ, പൊളിറ്റിക്സിനേക്കാൾ കഷ്ടമാണ് സിനിമയിൽ നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലും തരം താഴ്ന്ന രീതിയിലാണ് അമ്മ എന്ന സംഘടനയിൽ ഇതൊക്കെ നടക്കുന്നത് എന്ന് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നു. നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോഹൻലാൽ മാറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പുതിയ ആൾക്കാർ വരുന്നുള്ളല്ല, പുതിയ ആൾക്കാർ വരണം. പുതിയ ആൾക്കാർ മാത്രം വന്നിട്ട് കാര്യമില്ല. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒരുമിച്ചത് കൊണ്ടാണ് സംഘടന നയിക്കേണ്ടത്. അപ്പോൾ വേറെന്താ പറയുക, അടുത്ത വർഷം ആകുമ്പോൾ ഈ പുതിയ ആൾ കുറച്ചുകൂടി പഴയതാവും. അങ്ങനെയാണ് ഈ പുതിയ കമ്മിറ്റിയെ കൊണ്ടുവരേണ്ടത്, നിലനിർത്തേണ്ടത്, എല്ലാം പഠിക്കേണ്ടത്. അതില്ലാതെ എല്ലാം പുതിയവർക്കെന്ന് ഏറ്റുകൊള്ളുമ്പോൾ ഒരു പ്രചരണം ആലോചിക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു വർഷത്തിനുള്ളിൽ ഈ പുതിയ കമ്മിറ്റി വന്നുകൊണ്ട് അനുഭവം പഠിക്കട്ടെ. അവർ അനുഭവം പഠിച്ച് തനിച്ച് അവർ ഇട്ടെറിഞ്ഞ് പോകും. അപ്പോൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞൊരു വലിയ നടനും കൂടി ഉണ്ടെന്ന് ആലോചിക്കണം ഇവിടെ. അപ്പോൾ എന്തായാലും അർത്ഥം ഇത് തകരാൻ പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണിത്. അതല്ലെങ്കിൽ ഈ GST 10 കോടി GSTയുടെ പ്രശ്നം അവർക്കറിയാം. അതിൻ്റെ പുലിവാലുകൾ ഇവർ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ? പിന്നെ നമ്മളിവിടെ പറഞ്ഞെന്താ, കളിമണ്ണ് എന്നുള്ള സിനിമയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും രസകര. ഞാൻ വരാം താങ്കളിലേക്ക്. ഞാൻ ഒന്ന് ശ്രീ മഹേഷിലേക്ക് പോട്ടെ. ശ്രീ മഹേഷ്, ഇപ്പോൾ പറഞ്ഞ് ചർച്ച ചെയ്ത് ഇപ്പോൾ അമ്മയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ, ഓൺഗോയിങ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയെ നോക്കിക്കാണേണ്ടത് എന്ന നിലയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പാനലിസ്റ്റുകളെല്ലാം ആ രീതിയിലാണ് അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനെ? എനിക്കതിനോടൊന്നും യാതൊരു യോജിപ്പുമില്ല. ഇതൊക്കെ പാരസൈറ്റുകളാണത്. നമ്മുടെ ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഞാഞ്ഞൂലുകൾ വരില്ലേ. ശരിക്കും ഈ ശ്വേത ഒരു സ്ത്രീ മാത്രമല്ല, ഒരു മാതാവാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ, ശ്വേതയുടെ കുടുംബത്തിൻ്റെയൊക്കെ മാനസികാവസ്ഥ മറന്നുകൊണ്ട് ഇതുപോലെ വെറും എന്താണ് പറയേണ്ടത്, ഭൂമി സൈക്കിക്കായിട്ടുള്ള സത്യത്തിൽ ഈ ഇദ്ദേഹത്തിനൊരു അമ്മ ഉണ്ടാവുമല്ലോ. ഈ അമ്മയ്ക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കർണം പൊട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കാരണം ഒരു അമ്മയുടെ മാതൃത്വത്തെ വരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ലോക സിനിമ ഉണ്ടായ കാലം തൊട്ട് ഈ സിനിമയിൽ ഇതുപോലുള്ള രംഗങ്ങൾ ഉണ്ട്. ഒരേ നടി തന്നെ അല്ലെങ്കിൽ ഒരു നടൻ തന്നെ പല സിനിമകളിൽ പലരുമായിട്ട് സ്നേഹിക്കുകയും പ്രേമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ഇല്ലേ. ഇതിനകത്തൊക്കെ എല്ലാത്തിലും അശ്ലീലം മാത്രം കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതിന് പിന്നെ ചികിത്സ വേറെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ സ്ഥലം ഈ തിരുവനന്തപുരത്തും പിന്നെ കോഴിക്കോടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഇത് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ 50 വർഷം മുമ്പ് നമ്മുടെ എന്താണ് പറയുക, മലയാള സിനിമയുടെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ എന്നും അഭിമാനപൂർവ്വം പറയാവുന്ന ഭരതൻ സാറും പത്മനാഭൻ സാറും ഒക്കെ എടുത്ത ഒരു സിനിമയുടെ റീമേക്കാണ്. അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറയാനൊന്നും സാധിക്കില്ല. അല്ലെങ്കിൽ കളിമണ്ണായിക്കോട്ടെ, ആ കളിമണ്ണിൽ ആ കഥാപാത്രത്തിന് നീതി കൊടുക്കുന്ന രീതിയിലുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. മഹേഷ് നേരത്തെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത് മാത്രമല്ല, അതായത് ഇടിക്കുറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ ഒരു പ്രസിദ്ധീകരണം? ഇടിക്കുറ്റി മാഗസീനിൽ ശ്വേതാ മേനോൻ്റെ ഒരു അഭിമുഖം വന്നു. അതിലവർ പറയുന്നുണ്ട്, ഞാൻ പൈസ കിട്ടിയ ഇനിയും ഇതുപോലുള്ള ഹോട്ട് വീഡിയോസിൽ അഭിനയിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് മാർട്ടിൻ മേനാച്ചേരിയെ
പിന്നെ ചൊടിപ്പിച്ചത്. ചൊടിപ്പിച്ചത് യെസ്. എന്തോ അങ്ങനെ ഒരു ഇന്റർവ്യൂ അങ്ങനെ ഒരു ഉള്ളതായിട്ട് ഡിജിറ്റൽ ഞാൻ മാഗസിൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഇതുപോലെയുള്ള മൂന്നാംകട മാഗസിനൊന്നും വായിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അത്തരം മാഗസിനുകൾ വായിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പം മനസ്സിലായില്ലേ അനിലിന്? അതെ, ഈ മനസ്സിലായി. പിന്നെ ഇതിനകത്ത് ഈ ഇലക്ഷൻ സമയത്ത് ഇയാൾ പറയുന്നത് മാർച്ചിലേക്കാണ് ഇയാൾ കൊടുത്തതെന്ന്. എന്തായാലും സംഭവം വന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ വന്നപ്പോൾ അവർ ഫോർച്ചുനേറ്റ്ലി വാട്ട് അവർ ഒരു കാൻഡിഡേറ്റ് ആണ്. അവർ ഇതിനു മുമ്പും ഇതിനകത്ത് വേറെ പല തസ്തികകളും വഹിച്ചിരുന്ന ഒരാളാണ്. അവർ വളരെ എന്താ പറയുക, എല്ലാവർക്കും അഭിമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെ പറ്റി ഒരു മോശം അഭിപ്രായമില്ല. അവർക്കെതിരെ നിൽക്കുന്ന ദേവട്ടനെ പറ്റിയില്ല. ഞങ്ങളുടെ ഈ അമ്മയുടെ ഈ ഇലക്ഷനൊക്കെ അമ്മയ്ക്കുള്ളിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ മെമ്പർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. നമ്മളെ അടുത്ത 3 വർഷത്തേക്ക് ആര് ഭരിക്കുന്നത്. ഇപ്പോൾ പല്ലിശ്ശേരി ഏട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം 3 വർഷത്തേക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ലാൽ സാറിൻ്റെ കീഴിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒളിച്ചോടാൻ പാടില്ല, ഒളിച്ചോടി എന്ന് തന്നെ ഞാൻ പറയണം, അത് പാടില്ലായിരുന്നു. കാരണം ആരോപണങ്ങൾ വരുന്നേ ഒരു സ്ഥാനത്ത്. ഇപ്പോൾ ചന്ദ്രനെ നോക്കി പട്ടി ഉരയ്ക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രൻ എന്തെങ്കിലും കുലുക്കം പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ പല ആരോപണങ്ങളും പലതും പറഞ്ഞു വരും. അമ്മയെ തന്നെ പല പേരിൽ വിളിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്കറിയാവുന്ന അമ്മ അറിയാമല്ലോ, അമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയാമല്ലോ, നന്മകൾ അറിയാമല്ലോ. ഞാൻ അതിലൊരു അംശം പറ്റുന്ന ആളാണ്. എനിക്ക് ഈ അമ്മയെ ചേരുന്ന മരുന്നുകൾ കൊണ്ട് എൻ്റെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ നന്മകളെ അറിയാം. ഈ അമ്മ നന്നായിട്ട് തന്നെ പോകണം. എന്നും ഇവരെ തന്നെ ഭരിച്ചുകൊണ്ട് നിൽക്കണമെന്നില്ല. ഇവരെന്നും എക്കാലം ഉണ്ടാവുമോ? പക്ഷേ അമ്മ എക്കാലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പുതിയ ആൾക്കാർ വരട്ടെന്നേ, സ്ത്രീകൾ വരട്ടെ. എന്താ സ്ത്രീ വിരോധികളുണ്ടോ സംഘടനയിൽ? സംഘടനയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഇനി സ്ത്രീകൾക്കെതിരെ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെന്ത് മറുപടിയാണ് താങ്കൾക്ക് ഞാൻ നൽകേണ്ടത്? പിന്നെ വേറൊരു കാര്യം പല്ലിശ്ശേരി ഏട്ടൻ പറഞ്ഞതും കറക്റ്റാണ്. അതായത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ പിന്നെ മത്സരിക്കുന്ന ഒരാൾക്കെതിരെ വലിയൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായിട്ട് സ്ത്രീകൾ തന്നെ നീങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഈ വളരെ രഹസ്യപരമായിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ അവരറിയാണ്ട് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. അതിൻ്റെ മെമ്മറി അവരുടെ പല വിഷമങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അവരത് തിരിച്ചറിയുന്നത്. അത് വലിയൊരു കുറ്റകരമായ കാര്യമാണ്, വളരെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പക്ഷേ 1-2 സംഭവങ്ങൾ അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള സംഭവമാണ്. അമ്മയിലുള്ള പൊതുവെ അമ്മയുടെ ഒരു ഐക്യം എന്ന് പറയുന്നതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്നതിനകത്ത് പലരും, അതായത് മുൻപുണ്ടായിരുന്ന പലരും തിരഞ്ഞെടുക്കപ്പെടും. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ, പല്ലിശ്ശേരിയിടം പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും പുതിയ ഒരുപാട് ആൾക്കാരും തന്നെയാണ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നതും ആ രീതിയിലാണ്. അങ്ങനെ വന്നുകൊണ്ട് ഇതിനെ അടുത്തൊരു 3 വർഷത്തേക്ക് ആരോഗ്യപരമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ കേസ് കൊടുത്ത അയാളെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിലും കുടുംബത്തിലും, അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ അയാളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ല, ഞാൻ അദ്ദേഹത്തോട് ബാബുരാജിനെ കുറിച്ച് ചോദിച്ചേ ഇല്ല. അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്, എനിക്ക് ബാബുരാജ് എന്ന നടനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കൊരു പരിചയമില്ലാന്ന്. ബാബുരാജ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് തന്നെ പറയാണ്, ഒരു കൺഫെഷൻ പോലെയാണ് പറഞ്ഞത്. ബാബുരാജിനെ എനിക്ക് പരിചയമില്ല എന്ന രീതിയിലാണ്, അത്തരമൊരു പരാമർശമാണ് മാർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് എനിക്കറിയില്ല അത് ഞാൻ എന്താണ് പറയേണ്ടത്. ഈ ബാബുരാജിൻ്റെ ഒന്നും പേര്, അദ്ദേഹം ഇപ്പോൾ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം വന്ന് അങ്ങനെ മാറി നിൽക്കുകയല്ലേ. നമ്മളതിനെ പിന്നെ എന്താണ് പറയേണ്ടത്, അതിനെ അദ്ദേഹത്തിന് അനുമോദിക്കുകയല്ലേ വേണ്ടത്. അദ്ദേഹം കടിച്ചു തൂങ്ങാൻ നിന്നില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അനിലേ, ഞാൻ പലപ്പോഴും എൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയിൽ പോയപ്പം അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന ബാബുരാജിനെ കണ്ടിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്തത് അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം, മറിച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അല്ല, അതിലൊരു സംശയമുണ്ട്. കാരണം ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്, ബാബുരാജ് നോമിനേഷൻ കൊടുത്തത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രവീന്ദ്രനെ എതിരെ അല്ലെങ്കിൽ കുക്കു പരമേശ്വരനെതിരെ ആണല്ലോ ഇങ്ങനെ ഒരു പരാതി ആകണമായിരുന്നു പരാതി കൊടുക്കേണ്ടിയിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊന്നും അതും കൺഫ്യൂസിങ് ആണ്. ഇതൊരു പുകമറ സൃഷ്ടിക്കലാണ്. അതായത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഇയാൾ വേറെ ഞാൻ പറഞ്ഞില്ല, ഇയാളുടെ മനോനില വേണം ആദ്യം പരീക്ഷിക്കാൻ. രണ്ടാമത് അനിൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ആര് വാളെടുത്താലും വെളിച്ചപ്പെടാവുന്ന രീതിയിൽ ആര് എന്ത് കേസ് കൊടുത്താലും ഉടനെ കേസെടുക്കാതിരിക്കണമെന്നേ ഈ പോലീസ്. Yes. ഈ പോലീസിന് ഇത് എന്താ പറ്റിയേ? അല്ല, പക്ഷേ അവിടെ പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പോലീസിൽ നേരത്തെ ഇയാൾ പരാതി കൊടുത്തിരുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അവർ ഗൗനിച്ചില്ല. സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത് പോയി, അവിടെയും നടപടിയെടുത്തില്ല. പിന്നെയാണ് അവസാന ഒരു അത്താണി എന്ന നിലയിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എങ്ങനെ ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ ആരാണ് എന്ന് പോലും പരിശോധിക്കാതെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ഷൻ കൊടുക്കുകയാണ് സെൻട്രൽ പോലീസിന്. ഡയറക്ഷൻ കൊടുക്കുകയാണ് FIR രജിസ്റ്റർ ചെയ്യൂ എന്ന്. നേരത്തെ FIRൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ നേരത്തെ വിനു കിരിയത്തോട് അത് പറയുകയും ചെയ്തു. കാരണം അത്രയും, അതായത് ആ FIR തന്നെ അശ്ലീലാണ്. അതെ, FIR തന്നെ അശ്ലീലാണ്. അപ്പോൾ നോക്കൂ, ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എങ്ങനെ ഇത്തരമൊരു ഡയറക്ഷൻ കൊടുത്തു എന്നുള്ളത് അത് അല്ല, അതാണല്ലോ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. സംശയാസ്പദമാണത്. അതെ. രണ്ടാമത് ഈ നമ്മുടെ ക്രൈം അതിൻ്റെ ആളില്ലേ നന്ദകുമാർ പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെയുള്ള ക്രിമിനലിന് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഇപ്പോൾ ആർക്കെതിരെയാണ് കൊടുക്കുന്നത് എന്നൊന്നും അന്വേഷിക്കണ്ടേ? അല്ലെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി, ആർക്കെതിരെയാണ് കൊടുക്കുന്നത്, അയാളുടെ ക്രെഡിബിലിറ്റി, ഇതൊക്കെ അന്വേഷിക്കാണ്ട് വെറുതെ ഒരു FIR ഇടുക, അതിനുടനെ കോടതി സ്വീകരിച്ചുകൊണ്ട് ഒരു കേസെടുക്കുക. അപ്പോൾ പിന്നെ ഇത് ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും വലിയ അറിയപ്പെടുന്ന ആൾക്കാരല്ല, ഇത്രയും ക്രെഡിബിലിറ്റി ഒന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളത് അറിയണ്ടേ? സാധാരണക്കാർക്ക് വേണ്ടിയല്ലേ ഈ നിയമവ്യവസ്ഥയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ണ് തുറക്കുന്ന ഒരു പരിപാടിയാവട്ടെ, ഇത് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആവട്ടെ എന്നാ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ വിനു കിരിയത്ത് മേനാച്ചേരി പറഞ്ഞതെല്ലാം താങ്കൾ കേട്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്താ തോന്നുന്നത്? വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിക്കുറ്റി. അതെ, പണ്ട് പരിമളൻ രാജു എന്നൊരു പത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേര് ഏറുപടക്കം എന്നായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏറുപടക്കം ശരിക്കും അത്യാവശ്യം സർക്കുലേഷനൊക്കെ ഉള്ളൊരു പത്രമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഇടിക്കുറ്റിക്ക് എനിക്ക് തോന്നുന്നു 50 ലക്ഷം എന്തോന്നോ സർക്കുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പുള്ളി പ്രിന്റ് അടിക്കും, പുള്ളി മാത്രം വായിക്കുമായിരിക്കും. അല്ല, അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് അദ്ദേഹത്തിന് ഒരു ഡെലിഗേറ്റ് പാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണ് സെക്സ് സിനിമ എന്ന് പുള്ളി ഒന്ന് കാണട്ടെ, കുറച്ചുകൂടെ ആനന്ദം കൊള്ളട്ടെ അല്ലേ? ഇംഗ്ലീഷ് സിനിമകളുടെ പേര് തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആൻറ്റി ക്രൈസ്റ്റ് എന്നൊരു സിനിമയുണ്ട് കേട്ടോ, അതിവിടെ ബാൻഡാണ്. അത് കിട്ടുമെങ്കിൽ എടുത്തൊന്ന് കാണുക. വെഞ്ചിൻസ് ദ ഡോഗ് എന്നൊരു പടമുണ്ട്. കുറേ ലിസ്റ്റുകൾ വേണമെങ്കിൽ ഞങ്ങളൊക്കെ തരാം. നോക്കൂ, ഷക്കീലയുടെ പടങ്ങളെല്ലാം ഹൗസ്ഫുള്ളായിട്ട് ഓടിയ പടങ്ങളാണ്. ഇതിനൊക്കെ ഒരു സെൻസർഷിപ്പ് കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇല്ലേ? രേഷ്മ എന്നൊരു നടിയുണ്ട് ഇല്ലേ? അവരൊക്കെ ജീവിക്കാൻ വേണ്ടി അഭിനയിച്ചാണ്. ഇതിനകത്ത് ഈ പുള്ളി നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ശ്വേതാ മേനോൻ ഇടിക്കുറ്റിയിൽ പറഞ്ഞെന്ന് പൈസ കിട്ടിയാൽ ഞാൻ അഭിനയിക്കും അല്ലേ? അഭിനയിക്കുന്ന പറഞ്ഞുള്ളൂ, വേറെ വാക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല, മാറ്റി പറഞ്ഞില്ല. അത് അവരുടെ തൊഴിലാണ് അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ അഭിനയമായി കാണാത്തതിൻ്റെ കുഴപ്പമാണിത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഇതൊക്കെ ആ കൊച്ചു കുട്ടികളെ അവിടെ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് നിന്നു എന്ന് നിങ്ങൾ പറയുന്നത് അല്ല. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്. അതാണ് കോടതിയുടെ മുമ്പിൽ ഒന്ന് PCR പറയട്ടെ. ശ്രീ മാർട്ടിൻ മേനാച്ചേരി ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ, അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, പറ്റുമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. അല്ല, ഈ ഹൈക്കോടതി പരിസരത്ത് 2 കുട്ടികളിരുന്ന് പിന്നെ മൊബൈൽ ഫോണിൽ പിന്നെ വീഡിയോ കാണുന്നു, അശ്ലീല വീഡിയോ കാണുന്നു. അതിൽ ശ്വേതാ മേനോൻ്റെ വീഡിയോ ആണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇദ്ദേഹം അപ്സെറ്റ് ആവുന്നത്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതൊരു വെൽ സ്ക്രിപ്റ്റഡ് ഒരു തിരക്കഥ തന്നെയല്ലേ ഇതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ശ്വേത ഇയാൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. ഏത് സീനാണ് ശ്വേതയുടെ ഇതിപ്പോൾ പോൺ വീഡിയോ എന്നാണ് പുള്ളി പറയുന്നത്. സിനിമ അല്ലെങ്കിൽ അത് ഏതാണെന്ന് അയാൾ കൊണ്ട് കാണിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. സിനിമ യൂട്യൂബിലുണ്ട്, ശ്വേതയുടെ എല്ലാ സിനിമയുണ്ട്. ശ്വേതയുടെ നല്ല സിനിമകൾ അയാൾ കണ്ടിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. നല്ല സിനിമകൾ ഒരുപാടുണ്ട്. ഇത് കഥാപാത്രമാണ്. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതായത് അമീർ ഖാൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ PK-യിൽ? അപ്പോൾ ഇത് ആ പുള്ളിയുടെ കാഴ്ചപ്പാട്, മഹേഷ് പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ ഭയങ്കര ഒരു കുഴപ്പമുണ്ട്. പുള്ളി ഇത് കണ്ട് എനിക്ക് തോന്നുന്നു പുതിയതൊന്നും വരാത്തതിൻ്റെ ഒരു, ശ്വേതയുടെ പുതിയതൊന്നും ഇറങ്ങാത്തതിൻ്റെ ഒരു വിഭ്രാന്തിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് 17 കൊല്ലം ആയല്ലോ. മാർട്ടിൻ, എനിക്ക് നിങ്ങളുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. മാർട്ടിൻ കേൾക്കുകയാണെങ്കിൽ മാർട്ടിന് വേണ്ടി പറയുകയാണ്, ഇങ്ങനെ ആവരുത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടിയിട്ട്. നിങ്ങൾ ആരുടെയോ ചട്ടുകമാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു.
ശ്വേത എന്തായാലും കോടതിയിൽ പോകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഞാൻ ശ്വേതയോട് സംസാരിച്ചിരുന്നു അല്ലേ. ഞാൻ ശ്വേതയോട് സംസാരിച്ച ശ്വേത ഉറപ്പായിട്ടും അത് ഏത് കോടതി വരെയാണെങ്കിലും, അത് സുപ്രീം കോടതി വരെയാണെങ്കിലും പോകും, ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുകയും അതുവരെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ന്യൂസ് 18 ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ശ്വേത എടുത്ത് പറഞ്ഞു, ശ്വേത കേസിന് പോകണം, സുപ്രീം കോടതിയിൽ വരെ കുറേ എത്ര രൂപയ്ക്കാണോ അത് കെട്ടിവയ്ക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ശ്വേതയ്ക്കുണ്ടല്ലേ. പാവം, ആ ശ്വേത വളരെ അപ്സെറ്റാണ് കേട്ടോ അല്ലേ. ശ്വേത സംസാരിക്കുമ്പോൾ ശരിക്കും തൊണ്ടയടറിക്കൊണ്ട് അതിന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവരൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണെന്നൊക്കെ ചിന്തിക്കണ്ടേ. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കുട്ടിയൊക്കെ ഇതിപ്പം എല്ലാ മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു. FIR-ൻ്റെ കോപ്പി അത് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടിക്കാണും. അതൊക്കെ ഈ കുട്ടിക്ക്, ശ്വേതയുടെ മകൾക്ക് മലയാളം അറിയുമെന്ന് എനിക്കറിയില്ല. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് മുംബൈ ആണല്ലോ. അപ്പോൾ അത് വായിക്കുകയാണെങ്കിൽ നോക്കൂ, ആ കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും. മാത്രമല്ല ഇവരുടെ ബന്ധുക്കൾക്ക്, നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ ഒരു കുടുംബം ഉള്ളതല്ലേ. അപ്പോൾ അങ്ങേയറ്റം അതാണ് ഈ കേരള പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ള. അതാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിക്കെതിരെ ഒരു പരാതി വന്ന സമയത്ത് തയ്യാറാക്കിയ FIR അശ്ലീലമാണ്. അപ്പോൾ നോക്കൂ, ഒരു സെലിബ്രിറ്റിക്ക് പോലും പരിഗണന കിട്ടുന്നില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. ഇതൊക്കെ മാന്യമര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇനിയെങ്കിലും കേരള പോലീസിന് FIR തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ബാലപാഠങ്ങൾ ഒന്നുകിൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്തായാലും പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉള്ളത്. അദ്ദേഹമെങ്കിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത്രയും മോശമായിട്ടുള്ള ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ശ്രീ ബിനു കിരിയത്ത്, ശരിയല്ലേ? ഇതെല്ലാം തിരുത്തേണ്ടതല്ലേ, തിരുത്തപ്പെടേണ്ടതല്ലേ? പിന്നെ അത് മാത്രമല്ല, നമുക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമല വിഷയത്തിൽ അയ്യപ്പനെ വരെ അധിക്ഷേപിച്ച രഹ്ന ഫാത്തിമ ഇപ്പോൾ പോൺ വീഡിയോ ചെയ്യുകയാണ്. അതിനെതിരെ ഒന്നും ഇയാൾക്ക് പരാതിയില്ല. രഹ്ന ഫാത്തിമ തൻ്റെ BSNL ജോലി പോയതിനു ശേഷം ഇപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ശിശുപാലന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ആയിരിക്കുകയാണ് ഇപ്പോൾ. അതെ, രശ്മി എന്ന് കൊണ്ടുവരിക. അവർ പോൺ വീഡിയോ ചെയ്ത് പരസ്യമായിട്ട് ഇടുകയാണ്. അതൊന്നും ഇയാൾക്ക്, അതിലൊന്നും കുട്ടികൾ ചീത്തയാവില്ല. ഈ ശ്വേതയുടെ സിനിമ കണ്ടാൽ മാത്രമേ കുട്ടികൾ ചീത്തയാവുള്ളൂ. എന്തൊരു വിരോധാഭാസമാണിത്. യെസ് മായ വിശ്വനാഥ് അവിടെയല്ലേ. ഇത് നോക്കൂ, പലരും ഈ രംഗത്ത് സജീവമാണ്. ലോക്കലുണ്ട്, നാഷണലുണ്ട്, ഇൻ്റർനാഷണലുണ്ട്. പക്ഷേ അവരൊന്നും ഈ മാർട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ശ്വേത വന്നു, അവിടെയാണ് ഈ കണക്റ്റഡ് ആവുന്നത്. അമ്മയുടെ തെരഞ്ഞെടുപ്പ്, അമ്മയിലെ തെരഞ്ഞെടുപ്പ്, ശ്വേത മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ കയറി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വിവാദം തന്നെയല്ലേ. അല്ല, ശ്വേത ചേച്ചി ഇതിനു മുമ്പേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഈ മാർട്ടിൻ ഇവിടെ ഇല്ലായിരുന്നോ? അന്ന് അയാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അന്നൊന്നും കൊണ്ടുവരാത്തൊരു കേസ് അയാൾ ഇപ്പോഴെന്തിനാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുമ്പം അയാൾ ഈ കേസുമായിട്ട് വന്നത് എന്തിനാണ്? പിന്നെ ഇയാൾ ശ്വേത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ശ്വേതാമേൻ്റെ സിനിമകൾ പോലും ചിലപ്പോൾ അയാൾ കണ്ടു കാണില്ല, അത് ഉറപ്പാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഇതേപോലെയുള്ള മണ്ടത്തരം കൊണ്ടുവരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, അയാൾക്ക് അല്ലെങ്കിൽ ഒരു ഷോക്ക് കൊടുക്കുമ്പോൾ അയാൾ പൂർണ്ണ രീതിയിൽ പഴയ രീതിയിലായിക്കോളും. കാരണം നേരത്തെ ശ്വേത ചേച്ചി നിന്നിട്ടുണ്ട് ഇതിന് മുന്നേ, അപ്പോഴൊന്നും കൊണ്ട് കൊടുക്കാത്ത ആള് പ്രസിഡന്റ് സ്ഥാനത്ത് അത് ഇപ്പോഴാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിൽ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇത് നേരത്തെ നമുക്കറിയാം, രാഷ്ട്രീയം ഒന്നുമില്ല. ബൈജു കൊട്ടാരക്കര അദ്ദേഹം ഒരു രാഷ്ട്രീയം ഇവിടെ വലിച്ച് ഇഴക്കാൻ ശ്രമിച്ചു. ദേവൻ്റെ രാഷ്ട്രീയം അറിയാമല്ലോ, ദേവൻ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവനെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ആ രാഷ്ട്രീയം പേര് പറഞ്ഞില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം ബോധപൂർവമാണ് അത് പറഞ്ഞത്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല ദേവൻ എന്ന നടൻ ഇതുപോലെ ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന് വേണ്ടി കരുക്കൾ നീക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മാത്രമല്ല, ദേവൻ എന്ന നടനെ, ദേവൻ എന്ന വ്യക്തിയെ അറിയുന്ന ആരും അത്തരത്തിൽ ചിന്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ദേവൻ ചേട്ടൻ എല്ലാ സ്ത്രീകളോടും മാത്രമല്ല, എനിക്കിപ്പം സ്ത്രീ പുരുഷനൊന്നുമില്ല, വ്യക്തികൾ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക.
ദേവൻ ചേട്ടൻ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ദേവൻ ചേട്ടൻ ഒരിക്കലും ഇതേമാതിരി തരം താഴ്ന്ന പ്രവൃത്തിക്ക് വരില്ല എന്ന് 100% ഉറപ്പാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പിന്നിൽ ശ്വേത ചേച്ചി പറഞ്ഞു സുപ്രീം കോടതി വരെ പോകുന്ന ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരാളെയാണ് മുമ്പിൽ വെളിച്ചത്തിൽ കൊണ്ടുവരണത്. എവിടെ ഇരുന്ന് ചരട് വലിക്കുന്ന ഒരാൾ, ആ ആളിനെയാണ് മാർട്ടിൻ അതിലൊരു എന്താ പറയുന്നത്, ഒരു കളിപ്പാവ മാത്രമാണ്. മാർട്ടിൻ ഏറ്റവും ഒരു മണ്ടനാണെന്ന് മനസ്സിലാക്കിയത് അയാളുടെ, ഞാൻ വന്ന് ഇതിൽ കയറിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞത് കോടതിയുടെ കാര്യങ്ങൾ മറ്റേതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് എങ്ങനെ മനസ്സിലായി ഒരു മൊബൈൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇന്ന് സ്കൂളുകളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ സർക്കാരിൻ്റെ തന്നെ നിയമമുള്ളപ്പം ഈ കുട്ടികൾ സ്കൂൾ സമയത്ത് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ അവിടെ വന്നത്? എന്തിനാണ് കുട്ടികൾ ഹൈക്കോടതിയിൽ വന്ന ഒരു ചോദ്യചിഹ്നമാണ്. ഇയാൾ എവിടെ നിൽക്കുന്ന ഇയാൾ കുട്ടികൾ ഇതാണ് കാണുന്നത്. ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ലക്ഷ്മി നായരുടെയും കുറേ പേരുടെ പോൺ വീഡിയോ ഉള്ളപ്പം ശ്വേത ചേച്ചിയുടെ മാത്രം തിരഞ്ഞെടുത്ത് പിള്ളേർ കാണുമോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, അതിലൊന്നും ഇയാൾ കേസ് കൊടുക്കാതെ, അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കാതെ ശ്വേത മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ ഇലക്ഷൻ സമയത്ത് അവരിത് രാജിവെച്ച് പോയിട്ട് അവിടെ വേറെ ആരെയോ കൊണ്ടുവരാനാണ്. അവിടെ ഒരിക്കലും ദേവൻ ചേട്ടനും അല്ല, അത് ദേവൻ ചേട്ടനെയും കൂടി കരുക്കലാക്കുകയാണ്. കാരണം ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു അലഗേഷൻ ദേവൻ ചേട്ടൻ്റെ തലയിലും കൂടി കെട്ടിവെക്കുക, സമൂഹത്തിൻ്റെ മുന്നിൽ പുള്ളിയും കൂടി നാറ്റിക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അജണ്ടയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ശ്വേത ചേച്ചിക്ക് മാത്രമല്ല ദേവൻ ചേട്ടനും കൂടിയുള്ളൊരു അടിയാണ് ഈ ഒരു കേസായിട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി, ഒന്നിലധികം പക്ഷികൾ. ഹലോ, അതായിരിക്കും ഒരു പക്ഷേ അജണ്ട. യെസ്, സംശയത്തിന് അടിസ്ഥാനമുണ്ട്. അതെ, അതാണ് നമ്മൾ ആലോചിക്കണേ, അത് ഇതുവരെ ആരും ആലോചിച്ചില്ല, സംസാരിച്ചില്ല. അതെ, അപ്പൊ ഈ 2 പേരും ഇത് മാറി നിൽക്കുമ്പം അവിടെ ഇവർക്ക് ആഗ്രഹിക്കുന്ന ആരോ ആ സീറ്റിലേക്ക് വരും. പിന്നെ കുക്കു പരമേശ്വരനെ പല രീതിയിലും എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സമയം തൊട്ടാണ് ഇവിടെ ഇങ്ങനെ പലതും വരാൻ തുടങ്ങിയത്. ഇതുവരെ എന്തുകൊണ്ടാണ് നേരത്തെ നമ്മുടെ പല്ലശ്ശേരി ചേട്ടൻ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് ഈ 31 വർഷം ഇപ്പോഴാണ് ജൂൺ 21 നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് ഇത് പറയാതെ പൊതുജനത്തിന് ഇതിൻ്റെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് വിളിച്ചു കൂവിയത്? അത് തന്നെ വലിയ മിസ്റ്റേക്കല്ല. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ തീർക്കാം. അന്ന് ലാലേട്ടൻ ഉണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഇവർ പലവട്ടം പലരും വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് വന്ന് പറയാതെ ഇപ്പം എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക. ഇതിൻ്റെ പിന്നിൽ തന്നെ ഒരുപാട് പേര് ഉണ്ട്, 1 2 പേരല്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെ അജണ്ടകളുണ്ട്. ഇവിടെ 2 സ്ത്രീകൾ നിൽക്കുന്നു, അവരിത് ഭരിക്കും. അവർ ഭരിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങൾ അവർ പുറത്ത് കൊണ്ടുവരുമെന്ന് ആരൊക്കെ പേടിക്കുന്നുണ്ട്. ഇടവേള ബാബുചേട്ടനും ലാലേട്ടനും ഇന്നസെൻ്റ് അങ്കിളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഈ ശ്വേത ചേച്ചി അവിടെ ഭരിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ്. അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം എന്തിനാണ് കൊണ്ടുവന്നത്? അവിടെയാണ് എനിക്ക് ചോദ്യചിഹ്നമുള്ളത്. അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല? അപ്പം ഇത് ദേവൻ ചേട്ടനും കൂടിയുള്ളൊരു അടിയാണ്. ഒരു വെടിക്ക് 2 പക്ഷി. അതാണ് ആലോചിക്കേണ്ടത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ നല്ല വർക്കുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, സത്യം എന്തായാലും പുറത്തു വരുമല്ലോ. പോലീസ് ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും താമസിയാതെ. ശ്രീ പല്ലിശ്ശേരി, എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ്? എവിടെയാണ് അവസാനം ഇതൊക്കെ ചെന്ന് എത്തി നിൽക്കുക? ഞാൻ വേറൊരു കാര്യമാണ് ചിന്തിച്ചത്. കാരണം ഇവിടെ ശ്വേതയാണ് പ്രസിഡൻ്റായിട്ട് വരുമെന്ന് തന്നെയാണ് പലരും പറഞ്ഞിരുന്നത്. പിന്നെ വോട്ടിൻ്റെ മത്സരത്തിൽ ദേവൻ വന്നപ്പോൾ ദേവനാണ് മുൻതൂക്കം കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സർവേ നടത്തിയപ്പോൾ ദേവൻ പ്രസിഡൻ്റായിട്ട് വരും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഉണ്ടായില്ല. ഇതൊരു സ്ത്രീ വിരുദ്ധത എന്നല്ല. അതിൽ പറഞ്ഞ കാരണം ശ്വേത കഴിവില്ലാത്തതുകൊണ്ടല്ല, ശ്വേത താമസിക്കുന്നത് ബോംബെയിലാണ്. ഈ അമ്മയുടെ ഒരു പ്രശ്നം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ എറണാകുളത്തോ പരിസരത്തോ താമസിക്കുന്ന ഒരാളായിരിക്കണം. വെറും ഒരു ആൾ മാത്രമല്ല, അയാൾ അമ്മയുമായി കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർ, പരിചയസമ്പന്നനായിരിക്കണം, സർവ്വസമ്മതനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ദേവൻ. അപ്പോൾ ദേവൻ എങ്ങനെ വോട്ട് ശതമാനം കൂടി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നീടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ, ഈ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ശ്വേത തൽക്കാലം മാറി നിന്നുകൊണ്ട് ഈ ദേവൻ തന്നെ പ്രസിഡൻ്റായിട്ട് വരണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ.
അത് അമ്മയുടെ നേട്ടത്തിന് വേണ്ടിയാണത്. അത് ശ്വേതയുടെ കഴിവിനെ കുറച്ച് കാണിച്ചുകൊണ്ടുന്നല്ല. പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ അത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയാൻ കാരണം, ഇത് മറ്റു പലരിലേക്കും വെറുതെ സംശയങ്ങൾ നീണ്ടുപോകാൻ പാടില്ല. ദേവനെ അറിയാവുന്നവർക്കറിയാം, ദേവൻ ഇപ്പോൾ വേണമെങ്കിൽ നാളെന്താണ് ഇത് വിട്ടെറിഞ്ഞ് പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദേവനുള്ളത്. ഇത് ആരുമില്ലാത്ത അവസ്ഥ പറഞ്ഞെങ്ങനെയാണത്, ലാല് പിൻവാങ്ങി എല്ലാവരും പിൻവാങ്ങിയപ്പോൾ പിന്നെ ആരൊരു സീനിയർ ആളായിട്ട് വേണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരോടെല്ലാവരും ആലോചിച്ചുകൊണ്ടാണ് ദേവൻ ഇങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പുറത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രവീന്ദ്രനുമുണ്ട്. രണ്ട് സ്ത്രീകൾ വരുന്നു എന്നുള്ളതല്ല അവിടെ പ്രശ്നം. സ്ത്രീയോ പുരുഷനോ അല്ല, ഈ സംഘടനയെ നയിക്കാൻ കഴിവുള്ളവർ വരണമെന്നുള്ളതാണത്. അല്ലാണ്ട് റിസർവേഷൻ നടത്തട്ടെ, അടുത്ത പ്രാവശ്യം ഒരു കാര്യം ചെയ്യാം, ഇത്തവണ പുരുഷന്മാർ വന്നെങ്കിൽ അടുത്ത ടൈമിൽ സ്ത്രീകൾ വരട്ടെ, അങ്ങനൊരു നയപരിപാടി അമ്മ കൊണ്ടുവന്നാൽ അത് കുറെ കൂടി ഗുണകരമായി. അവിടെ മത്സരം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ തന്നെ ഐക്യകണ്ഠേനെ ഒരു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് അൻസിബ ഖാസിം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ടോ, ജാതിയുണ്ടോ, ശത്രുതയുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടെ സംഘടനയുടെ പ്രശ്നമാണ്. ആ സംഘടന തീരുമാനിച്ചു ഈ കുട്ടിയെ ഐക്യകണ്ഠേന് തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ, അതൊരു വിവാദമൊന്നുമല്ലല്ലോ. എന്നതുപോലെ 15-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. 15-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആര് വേണം? ഈ മത്സരം സ്ത്രീ എന്ന് പറഞ്ഞിട്ട് പുരുഷൻ എന്ന് പറയല്ല വേണ്ടത്. എൻ്റെ പക്ഷം എന്ന് വെച്ചാൽ കഴിവുള്ളവർ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ തിരിച്ചെടുക്കാനും കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക ക്രൈസിസിൽപ്പെട്ട് നിൽക്കുകയാണ് സംഘടന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കോടി രൂപ ഈ കയറുന്നവരടയ്ക്കണം നോട്ടീസ് വന്നെടുക്കുകയാണത്. അത് എവിടെ നിന്നുണ്ടാക്കും? ബാങ്കിൽ കിടക്കുന്നത് 8 കോടി രൂപയാണെന്ന് അവർ പറയുന്നത്. അപ്പോഴുണ്ടായിരിക്കും. പിന്നൊരു കാര്യം എന്താ, ഈ സംഘടന ആര് നേതൃത്വത്തിൽ വന്നാലും ഈ സംഘടനയ്ക്ക് പേരുണ്ടാക്കുന്നത്, സാമ്പത്തികം ഉണ്ടാക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവരെ, സുരേഷ് ഗോപിയുടെ അടക്കമുള്ള പേരും പ്രശസ്തിയും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഒറ്റ കാര്യം, ഇപ്പോൾ തന്നെ 3 കോടി രൂപ അമ്മയ്ക്ക് നഷ്ടം വന്നിരിക്കുകയാണ് തവണ. സാധാരണ ഓണക്കാലത്ത് കൊണ്ട് മലയാള മനോരമയുടെ പരിപാടി അമ്മ അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണ അമ്മയ്ക്ക് ആ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം അത് ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ മോഹൻലാൽ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. മോഹൻലാൽ ഒപ്പിട്ട് കൊടുത്തില്ല, കാരണം മോഹൻലാൽ ഭാരവാഹിയല്ല. അതുകൊണ്ട് അവർ ചെയ്തതെന്താ, ഇതിലത്തെ ഓരോ ആർട്ടിസ്റ്റിനെയും വിളിച്ചുകൊണ്ട് അവർ പൈസ കൊടുത്ത് പ്രോഗ്രാം ചെയ്യിക്കുന്നു. അപ്പോഴും അവർക്ക് ലാഭമാണെന്ന് ആലോചിക്കണം. ഈ 3 കോടി നഷ്ടപ്പെട്ടതിന് ആര് കണക്ക് പറയും, ഉത്തരം പറയും? യെസ് മഹേഷ്, നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലേ ഒരു സംഘടനക്കും ഭൂഷണം അല്ല. മത്സരിക്കുക, ആരോഗ്യകരമായിട്ടുള്ള മത്സരിച്ച് ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി വ്യക്തിഹത്യ നടത്തി സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഇത്തരം കുൽസിത പ്രവൃത്തികൾ, അത് ഇനിയെങ്കിലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഐ ഓപ്പണറാണ്. പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഒരു പരാതി പോലീസിന് ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയിലെത്തുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആരാണ് പരാതിക്കാരൻ എന്ന് പരിശോധിക്കുന്ന തലത്തിലേക്കെങ്കിലും ആ പരാതിക്കാരൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിലും നടപടിക്ക് നിർദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാം. ഇനി ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിനെ ഇടപെടുക? എന്തായാലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം എത്തും. അതുകൊണ്ട് ഒരു കണക്കിന് ഇങ്ങനെയൊരു സംഭവം വന്നത് നന്നായി. ശ്വേതാ മേനോന് വലിയ മാനനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഒരു വഴി തുറക്കൽ കൂടിയല്ലേ ഇത്? ആണ്. പക്ഷേ ഞാൻ ഒരു ചെറിയ തിരുത്ത് നടത്തിക്കോട്ടെ. ഈ അമ്മയ്ക്കുള്ളിൽ അങ്ങനെ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ പുതിയ ഒരു ഇതിലോട്ട് വരിക. അതിനകത്തു നിന്നുള്ള ഒരുപാട് കളികളക്കാരിലേറെ ഇതിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള നീക്കങ്ങൾ അത് അമ്മയിലോട്ട് കയറാൻ പോകുന്നില്ല, സ്പർശിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് വളരെ മോശകരമായ കാര്യമാണ്. കാരണം ഇവിടെ എപ്പോഴും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, നമ്മൾ ഒരു നാണയത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നോക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു കുടുംബം ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും. എന്നുവെച്ചാൽ ഞാൻ ശ്വേതയുടെ കാര്യത്തിനെ പറയണം, ശ്വേതയുടെ കുടുംബം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന്, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം രീതിയിലുള്ള ചിന്താഗതികളും മോശമായിട്ടുള്ള തോട്ടുകളും. അതില്ലാണ്ടാക്കുക. പിന്നെ അമ്മ എന്ന് പറയുന്നത് അമ്മയിൽ വിശ്വസിച്ച് നിൽക്കുന്ന, അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ്.
അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ 3 രൂപ പോയെന്നുള്ളത് സത്യമാണ്. കാരണം ഓണം പരിപാടി ചെയ്തു കൊടുത്തുകൊണ്ട് അമ്മയിലേക്ക് വരേണ്ട ആ 3 രൂപ പോയി. ആ 3 രൂപ എന്ന് പറഞ്ഞാൽ ഈ അമ്മ കൊടുക്കുന്ന കൈനീട്ടമായിക്കോട്ടെ, 123 പേർക്ക് 28 പേർക്കൊന്നും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. 58 പേർക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, വിലപിടിപ്പുള്ള മരുന്നുകൾ വരെ ഉണ്ട്. അപ്പം അമ്മ എന്നും സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ നിന്നുകൊണ്ട് അമ്മ മുന്നോട്ട് പോകണം. അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം വഴി നല്ല ആൾക്കാർ വരട്ടെ, നല്ല രീതിയിൽ അമ്മ പോകട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന, ഒരു അംഗമെന്ന നിലയിൽ. യെസ് വിനു കിരീത്ത. സ്ത്രീകൾ ഭരിച്ചാലും നന്നായിട്ട് ഭരിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എതിരില്ലാതെ ജയിച്ച ആൻസിബ ഫിലിം പോളിസി കോൺക്ലേവിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ആൻസിബയ്ക്കായിരുന്നു. എത്ര രസമായിട്ട്, അതാണ് ഇപ്പോഴത്തെ പിള്ളേർ പഴയ നടിമാരെ പോലെ ഒന്നുമല്ല കേട്ടോ. ആ കുട്ടി കോൺക്ലേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, അതിനകത്തൊരു പോളിസി നയം വ്യക്തമാക്കിയത് ഏറ്റവും കൈഡിയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയാണ്. ഞാൻ ബെന്നി പി നായരമ്പലം, സിബി കെ തോമസ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആഹാ ആൻസിബ കൊള്ളാമല്ലോ, ഈ പോസ്റ്റിൽ ഇരിക്കാൻ അർഹയാണെന്ന് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ വേറെ സംഘടനയുടെ ആൾക്കാരാണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവർ വരട്ടെ, പുതിയ പുതിയ ആൾക്കാർ വരട്ടെന്നേ. ഇതെല്ലാവരും ഒരമ്മയുടെ മക്കളല്ലേ, അവിടെ ആണ് പെണ്ണ് വ്യത്യാസമൊന്നും വേണ്ട. നന്നായിട്ട് ഇനിയുള്ള ഇത് പോട്ടെ. പക്ഷേ നേരത്തെ മായ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നുള്ളത് ശ്വേത കണ്ടെത്തുന്നവരെ. സാധാരണ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, കേസ് കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ പിൻവലിക്കും. അതാവരുത്. ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ടേ ശ്വേത പിരിയാവൂന്ന് ഞാൻ ശ്വേതയോടും പറയുന്നു. ഓക്കെ, എന്തായാലും കോടതിയെയാണ് കബളിപ്പിച്ചിരിക്കുന്നത്, പോലീസിനെയാണ് കബളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാതി, ആ പരാതിയുടെ ഉറവിടം അത് മാർട്ടിനാണ്. പക്ഷേ മാർട്ടിനെ ആരാണ് ആയുധം ആക്കിയത്, അത് അമ്മയ്ക്ക് അകത്തുള്ളവരാണോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണോ എന്ന് വിശദമായി അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരാതികളുമായിട്ട്, അശ്ലീല പരാതികളുമായിട്ട് വരുന്നത് അവസാനിപ്പിക്കാൻ ആവൂ എന്നാണ്. ശ്വേതാ മേനോൻ പരാതി കൊടുക്കണം, ശ്വേതാ മേനോൻ നിയമ നടപടി സ്വീകരിക്കണം. സുപ്രീം കോടതി വരെ പോകും എന്ന് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. പക്ഷേ എങ്കിലും ശ്വേതാ മേനോന് അപമാനമുണ്ടാക്കിയ മാർട്ടിനെതിരെ പരാതി കൊടുക്കണം, ശക്തമായി ആവശ്യപ്പെടണം. ആരാണ് ശ്വേതയെ കൊടുക്കാൻ ശ്രമിച്ചത്, അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ആ ശ്രമത്തിന് അമ്മയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാവണം. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.